സാധ്യതയെ അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവെ, 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ വീട്, ജോലി, വിവാഹം, വെളിച്ചം, വഴികൾ, വെള്ളം, ഇങ്ങനെ ഒരു അടിസ്ഥാന കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവെ വിഷമിക്കുന്നവരുണ്ട് ഈശോയെ. വിവാഹം ഒത്തുവരാത്തവരുണ്ട് ഈശോയെ. ഒത്തുവന്ന വിവാഹം പോയതിൻ്റെ പേരിൽ സങ്കടപ്പെട്ട് നടക്കുന്നവരുണ്ട് ഈശോയെ. അതുപോലെ ഒത്തുവന്ന വിവാഹം നടത്തി കൊടുക്കാൻ വേണ്ടി സാമ്പത്തികമായ വിഷയങ്ങളിൽ ഓരോരോ വാതിലും മുട്ടിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. മുട്ടി പരാജയപ്പെട്ടിട്ട് മനസ്സും ശരീരം തളർന്ന് വീട്ടിൽ വന്ന് കർത്താവ് പരസ്പരം വഴക്കിടുന്നവരുണ്ട്.
ഞാൻ അന്നേ പറഞ്ഞല്ലോ വിചാരിച്ചിട്ടുണ്ട്, നിങ്ങൾ ഒരു വഴക്കും ആരും തമ്മിലിടരുത്. കർത്താവ് നിങ്ങളുടെ കാര്യം തീരുമാനിച്ചിട്ടുണ്ടെന്ന ബോധത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് നിങ്ങളെ ശക്തിപ്പെടുത്തിയിട്ട് പ്രാർത്ഥിക്കുന്നു. എന്ത് ചെയ്യണം, എന്ത് ചെയ്താൽ ജീവിക്കും, എന്ത് ചെയ്താൽ മേൽഗതി പ്രാപിക്കും, എങ്ങോട്ട് പോകണം, ആര് പറഞ്ഞാൽ കേൾക്കണം, പല പല അഭിപ്രായങ്ങളുണ്ടല്ലോ, പല പല രീതികളുണ്ടല്ലോ, പല പല ചിന്തകളുണ്ടല്ലോ. എന്ത് ചെയ്യണമെന്ന് അറിയാമ്പോൾ ആകെപ്പാട് മനസ്സ് മുട്ടി മൊഴി കർത്താവ് മനസ്സ് കുഴങ്ങി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നവർ, കുഴങ്ങുന്നവർ, കർത്താവിൻ്റെ എത്താൻ നിങ്ങൾ തളിക്കപ്പെടട്ടെ. കർത്താവ് ത്വക്ക് രോഗങ്ങളുണ്ട് കർത്താവ്, അതുപോലെ തന്നെ വിസർപ്പ രോഗങ്ങളുണ്ട് ഈശോയെ, അതുപോലെ തന്നെ അരസ്വസ്ഥ രോഗങ്ങളുണ്ട് ഈശോയെ, അതെല്ലാം വിശുദ്ധമായ രക്തം കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈശോയെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത നിങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അതായത് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മഹത്വം, ദൈവം തിരിച്ച് നമ്മളെ മഹത്വപ്പെടുത്തും. ഈ കൃപ തരുന്നതിന് നമുക്ക് കൃപ എന്ന് പറഞ്ഞാൽ പവർ ഓഫ് ഗോഡല്ലേ. ദൈവം നമുക്ക് കൃപ തരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുന്നതെന്നാണ്. ഈശോയുടെ പ്രാർത്ഥനകളിലില്ലേ, അതായത് പിതാവേ അങ്ങ് ഭൂമി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി, അതിനാൽ അങ്ങേപ്പക്കൽ എന്നെ മഹത്വപ്പെടുത്തുക. അപ്പോൾ തിരിച്ച് നമുക്ക് മഹത്വം കിട്ടുന്നത് കൃപ ലഭിച്ച് നമ്മൾ ശക്തിപ്പെടുന്നതിലൂടെയാണ്. അതിന് ബൈബിളിൽ കൊമ്പെന്നാണ് പറയണത്. മഹത്വത്തിൻ്റെ കൊമ്പും മഹത്വം ഒരുമിച്ച് വരണത്. രണ്ടു തരം കൊമ്പാകാം. ശരിക്കും പറഞ്ഞാൽ കൊമ്പ് വിളിക്കുന്നവരുണ്ട്, ജോബേരെന്ന് വിളിക്കും, കൊമ്പ് വിളിക്കുന്നവരുണ്ട്, അത് ഉയർത്തി ഉച്ചസ്ഥായി വിളിക്കുന്നവരുണ്ട്. കൂടുതൽ മഹത്വം സ്തുതിപ്പും വരുമ്പോഴും യുദ്ധവിജയം വരുമ്പോഴൊക്കെയാണ് അങ്ങനെ വിളിക്കണത്. പക്ഷേ അത് നമ്മളുടെ കൊമ്പ് ഉയരുന്നതനുസരിച്ചുകൊണ്ട് പിന്നെ മഹത്വത്തിന് കൊമ്പെന്നുള്ള വാക്ക് കൾച്ചറായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. എന്താ ഈ ബൈബിൾ എപ്പോൾ നോക്കിയാലും മഹത്വവും കൊമ്പും ഒരുമിച്ച് വരുന്നുണ്ടെങ്കിലും ഈ കൊമ്പ് ചിലപ്പോൾ കൃപയായിട്ടും വരും. നമ്മളിൽ കൃപ ദൈവത്തിൻ്റെ ശക്തി വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കൊമ്പ് കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർന്നു നിൽക്കുക. നമ്മൾ സങ്കീർത്തനം എടുത്ത് 92:10, എന്നാൽ അവിടുന്ന് എൻ്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി. അപ്പം അവിടെ അത് കൃപയുമാകാം, നമ്മളെ ദൈവം മഹത്വപ്പെടുന്നതുമാകാം, വിജയിപ്പിക്കുന്നതുമാകാം, അനുഗ്രഹിക്കുന്നതുമാകാം. അവിടുന്ന് എൻ്റെ മേൽ പുതിയ തൈലം ഒഴിച്ചു. എൻ്റെ ശത്രുക്കളുടെ പതനം എൻ്റെ കണ്ണു കണ്ടു. അതാ ശത്രുക്കളുടെ പതനത്തോട് എൻ്റെ ശത്രുക്കളുടെ പതനം എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമാണ് വരണത്. നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ കൊമ്പാണ്, നമ്മുടെ മഹത്വമാണ്, അത് ദൈവം തന്ന കൃപയാണ്. അപ്പോൾ ഇങ്ങനെ ഈ സിറ്റുവേഷൻസ് ഇതേ തന്നെയാണ് നമ്മൾ തിരിച്ചു വരുമ്പോൾ സങ്കീർത്തനം 89:17 അങ്ങാണ് അവരുടെ ശക്തിയും മഹത്വവും അങ്ങയുടെ പ്രസാദം കൊണ്ടാണ്, അങ്ങയുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ കൊമ്പ് ഉയർന്നു നിൽക്കുന്നത്, ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങളുടെ കൃപ കൊണ്ടാണ് ഞങ്ങളുടെ മഹത്വം ഉയർന്നു നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് സങ്കീർത്തനം 148:14 അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ. അപ്പൊ കൊമ്പ് തന്നെ മഹത്വം എന്ന് പറഞ്ഞ കണ്ടില്ലേ. മഹത്വം നമുക്ക് വരണത് ദൈവകൃപ നമ്മളിലേക്ക് ദൈവം നൽകുന്നതും നമ്മളെ വിജയിപ്പിക്കുമ്പോഴുമാണ്. ഇതെല്ലാം തമ്മിൽ യോജിച്ചാണ് പോണത്. അപ്പോൾ കൊമ്പ് ഉയർത്തുക എന്ന് പറയണതും മഹത്വം, ദൈവം ഉപരി മഹത്വം നമുക്ക് നൽകുന്നതിനും തുല്യമാണ്. അത് ദൈവത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അത് ദൈവ സാന്നിധ്യവും ദൈവത്തിനെ കൊണ്ട് വിജയം അനുഭവിക്കുന്നവനാണ് ഈ മഹത്വത്തിൻ്റെ സങ്കീർത്തനങ്ങൾ എഴുതിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ദൈവം തിരിച്ച് നമുക്കൊരു മഹത്വപ്പെടുത്തുന്നുള്ള ചിന്ത എപ്പോഴും ഉണ്ടാകണം. അല്ല നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുന്ന പോലെ തന്നെ നമ്മൾ വളരണത് ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. അതുകൊണ്ടാണ് 4:20 പറയണത്. എന്താണ്? ദൈവത്തെ മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുകയും. അപ്പോൾ വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും കൊമ്പുയർത്താനാണ് പറയണത്. വിശ്വാസത്തിൽ മഹത്വം പ്രാപിക്കുകയും. റോമ 4:20 ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു.
ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോഴാണ് നമ്മൾ മഹത്വപ്പെട്ടിട്ട് നമ്മൾ വിശ്വാസത്താൽ നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. അപ്പം മഹത്വം നിസ്സാര കാര്യമല്ല. കിട്ടുന്ന എല്ലാ പഴുതുകളും ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മളെ തന്നെ പരിശീലിപ്പിക്കണം. ഓക്കെ അല്ലേ? എൻ്റെ പേര് ബേബി. ഞാൻ കുമ്പളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഇത് എൻ്റെ ഹസ്ബൻഡ്, ഇതെൻ്റെ മൂത്ത മകൻ. ആദ്യമായി ഞാനിവിടെ വരുന്നത് 2022 ഡിസംബർ 17 ഞാനിവിടെ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ ഒരു വലിയൊരു കടബാധ്യതയുണ്ടായിരുന്നു. ഇവിടെ ഞാൻ വരുന്നതിന് മുമ്പ് ആദ്യമായി ഞാൻ വന്നതും വരാനുണ്ടായ സാഹചര്യം, യൂട്യൂബിൽ ഞാൻ ഇവിടുത്തെ ഒരു ആരാധന കാണുകയുണ്ടായി. ആ ആരാധന ഞാൻ കൂടുകയും അതിൻ്റെ പിന്നാലെ ഒരുപാട് ഉടമ്പടി സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടു. അപ്പോൾ തോന്നി എനിക്ക് എൻ്റെ അമ്മ മാതാവിൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ കാര്യങ്ങളും സാധിച്ചു തരും, അമ്മയും ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ എല്ലാ ദിവസവും ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങൾ കാണുവാൻ തുടങ്ങി. എനിക്ക് എത്രയും വേഗം ഇവിടെ എത്തണം, അമ്മയുടെ സന്നിധിയിൽ വന്നാൽ ഞാനും എൻ്റെ കുടുംബവും രക്ഷപ്പെടും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു. 3 മാസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഞാൻ എല്ലാ സാക്ഷ്യങ്ങൾ കാണുകയും ആരാധന കൂടുകയും ചെയ്യുവാൻ തുടങ്ങി. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞാനതെല്ലാം ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ കരഞ്ഞുകൊണ്ട് എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, എനിക്ക് കൃപാസന അമ്മയുടെ പള്ളിയിൽ പോകണം, അവിടെ പോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പറഞ്ഞു, നീ ഇവിടെ അടുത്തൊരു പള്ളിയുണ്ടല്ലോ, അവിടെ പോയി തിരികെത്തിക്കുന്നതല്ലേ, ഞാൻ ഹിന്ദുവാണ്, അവിടെ നീ എല്ലാ ആഴ്ചയിലും പോകുന്നതല്ലേ, അതിന് കൃപാസന മാതാവിൻ്റെ ആലപ്പുഴ വരെ പോകണമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് അവിടെ പോകണം, ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കാണുന്നുണ്ട്, ആരാധന കൂടുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും അവിടെ പോയാൽ മാതാവ് നമ്മളെ ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരുപാട് വിശ്വാസമൊന്നും പുള്ളിക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും എൻ്റെ കരച്ചിലിൻ്റെ ശക്തിയിൽ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി ഇവിടെ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടിയാണ് ഇവിടെ വരുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് എന്തായാലും ഉടമ്പടി എടുക്കണം. പുള്ളിക്ക് ക്ഷമയില്ലാത്ത ആളായതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഉടമ്പടി എടുത്താൽ ഒരുപാട് സമയതാമസം ഉണ്ടാകും, നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോകാം, ഉടമ്പടി എടുത്തില്ലെങ്കിലും മാതാവ് കേൾക്കുമെന്ന് പറഞ്ഞു. എനിക്കത് താല്പര്യം ഉണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് പോകണമെങ്കിൽ പോയിക്കോ, ഞാൻ ഒറ്റയ്ക്ക് വന്നോളാം, ഞാൻ എന്തായാലും ഉടമ്പടി എടുത്തിട്ടേ തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ച് തിരിച്ചുപോയി. എല്ലാ മാസവും ഞാനിവിടെ വരുമായിരുന്നു. ഇവിടെ വന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഒരു വയറുവേദന വരികയും അങ്ങനെ ഞാൻ ഡോക്ടറെ കാണുകയും ചെയ്തു. അതിനുശേഷം എനിക്കൊരു ഹെർണിയയുടെ സർജറി വേണമെന്ന് പറഞ്ഞു. ആ സർജറി ചെയ്തു. അങ്ങനെ സർജറിക്ക് മുന്നോടിയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കടബാധ്യത ബാങ്കിൽ നിന്നും ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ലോൺ എടുത്തതാണ്. അത് നമുക്ക് തിരിച്ചടക്കാൻ പറ്റാതെയായി. ജപ്തി നടപടി ഭീഷണി വന്നു. ബാങ്കുകാർ വീട്ടിൽ വന്നു, ജപ്തി നോട്ടീസ് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ എൻ്റെ സർജറി ചെയ്യാനിരിക്കെയാണ് ഈ സംഭവം. അങ്ങനെ എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല. ഞാൻ ആ ജപ്തി നോട്ടീസുമായി ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഉടമ്പടി കാശ് രൂപം എനിക്ക് തന്നു. വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് തളിച്ച് കുഴിച്ചിടുവാൻ പറഞ്ഞു. അത് ഞാൻ ചെയ്തു. അതിനുശേഷം ഞാൻ അമ്മയോട് വന്ന് പറഞ്ഞു, അമ്മേ, ഞാൻ നാളെ എൻ്റെ സർജറിയാണ്, ഞാൻ സർജറിക്ക് പോവുകയാണ്. ബാങ്കുകാർ വന്ന് ജപ്തി ചെയ്യാതെ സർജറി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കിടക്കാൻ എനിക്കൊരു ഇടമുണ്ടായിരിക്കണം. അത് ഞാൻ അമ്മയുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. എനിക്ക് വരുമ്പോൾ കിടക്കണം. എനിക്കെൻ്റെ സ്വന്തമായി വേറൊരു ഭവനമില്ല. എൻ്റെ വീട്ടുകാർ വാടകയ്ക്ക് താമസിക്കുകയാണ്. അമ്മ അതുകൊണ്ട് എന്നെ കൈവിടരുതെന്ന് ഞാനിവിടെ നിന്ന് കരഞ്ഞു പറഞ്ഞിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയം വരെ, സർജറിക്ക് കയറുന്നത് വരെ എൻ്റെ കയ്യിൽ ഉടമ്പടി കാശ് രൂപം ഉണ്ടായിരുന്നു. അത് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സർജറിയല്ല എൻ്റെ പ്രശ്നം അന്നേരം, എനിക്കെൻ്റെ ജപ്തി നടപടിയായിരുന്നു. അങ്ങനെ ഞാൻ സർജറിക്ക് തിയേറ്ററിലേക്ക് പോകുന്ന സമയം അവരെന്നോട് പറഞ്ഞു, കാശ് രൂപം ഒന്നും അകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇളയ പെങ്ങളുടെ കയ്യിൽ കാശ് രൂപയും കൊന്തയും കൊടുത്തിട്ടാണ് ഞാൻ പോയത്. സർജറി കഴിഞ്ഞു. രാവിലെ 6 മണിക്കായിരുന്നു. എന്നെ രാത്രിയിൽ 8:30-ക്കാണ് പുറത്തു കൊണ്ടുവരുന്നത്. 2 ദിവസം വേദനയോ പിന്നെ ഓർമ്മയൊന്നും ശരിയായിട്ടില്ലാത്തത് കാരണം എനിക്ക് എഴുന്നേക്കുവാനോ പ്രാർത്ഥിക്കുവാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല. 3-ാം ദിവസം വെളുപ്പിന് 5 മണിക്ക് ഞാൻ ഉണർന്നപ്പോൾ എനിക്ക് ജപമാല ചൊല്ലണം. അപ്പോൾ യൂട്യൂബിലൂടെയാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചത്. ഞാൻ ഹിന്ദു ആയതുകൊണ്ട് എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ജപമാല ചൊല്ലുവാനും എനിക്ക് ബൈബിൾ വായിക്കണം തോന്നി. ഞാൻ ഇവിടെ വന്നപ്പോൾ ബൈബിൾ വാങ്ങാൻ പൈസയുമായി വന്നപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചില്ല. ബൈബിൾ തീർന്നിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറഞ്ഞു, ക്രിസ്ത്യനായിരുന്നു അവൾ, എനിക്കൊരു ബൈബിൾ വാങ്ങിച്ചു തന്നു. അങ്ങനെ ഞാൻ ബൈബിളും മുടങ്ങാതെ വായിക്കുവാൻ തുടങ്ങി.
അങ്ങനെ ഞാൻ ഈ സർജറിക്ക് പോയ സമയം എൻ്റെ സിസ്റ്ററുടെ കയ്യിൽ കൊടുത്തിട്ട് പോയ കാശ് രൂപം അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി. എനിക്കത് ഭയങ്കര സങ്കടമായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം സർജറി കഴിഞ്ഞ് എൻ്റെ റെസ്റ്റ് കഴിഞ്ഞു ഞാൻ വീണ്ടും ഇവിടെ വന്നു എൻ്റെ ഉടമ്പടി പുതുക്കുവാൻ. ഇവിടെ വന്ന് ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു കാശ് രൂപം ലഭിക്കുകയില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ പുതിയ ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ കാശ് രൂപം വേണമായിരുന്നു. എൻ്റെ ബലവും ശക്തിയും അതായിരുന്നു. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടാവില്ല, അതുകൊണ്ട് എനിക്ക് കാശ് രൂപം വേണമെന്ന് പറഞ്ഞു. ഞാൻ വാശി പിടിച്ചു. ഇവിടെ നിന്ന് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ പുതിയ ഉടമ്പടി എടുത്തു. പുതിയ ഉടമ്പടി എടുത്തു. ഞാനിപ്പോൾ 4ാമത് പുതുക്കി നിൽക്കുന്നു. അങ്ങനെ പുതിയ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്കൊരു തീരുമാനമായിട്ടില്ല. ജപ്തി നോട്ടീസിന് ബാങ്കുകാർ വീണ്ടും വന്നു. ഞാനങ്ങനെ വീണ്ടും ഓടി ഇവിടെ വന്നു. അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ മുന്നിൽ വഴികളൊന്നുമില്ല, പെരുവഴിയിലേക്ക് ഞങ്ങളെ ഇറക്കി വിടരുതും, ഇറക്കി വിട്ടാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല, ഞങ്ങളുടെ 4 പേരുടെയും മരണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇതിനിടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് സ്വന്തക്കാരുടെയും ബന്ധുക്കളുടെയും എല്ലാ വീടുകളിലും നടന്നു യാചിച്ചു. ആരും ഞങ്ങളെ സഹായിക്കാനുണ്ടായിരുന്നില്ല, ദൈവം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരിക്കെ വിഷമിച്ച് ഞാൻ ഇവിടെ വന്നു. അമ്മേ, ഇനി എനിക്കൊന്നും ചെയ്യുവാനില്ല അമ്മേ, എനിക്ക് എന്ത് തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിലും എനിക്കറിയില്ല, ഞാനൊരു ഹിന്ദുവാണ്, എൻ്റെ പോരായ്മകൾ കൊണ്ടാണോ എൻ്റെ നിയോഗങ്ങൾ മാത്രം സാധിക്കാത്തത് എന്ന് പറഞ്ഞ് കണ്ണുനീരിട്ട് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. ആദ്യമായി അപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് ഞാൻ ഓർത്തു, ചിലപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നിയോഗങ്ങൾ എഴുതി വെച്ചിട്ട് എന്നെപ്പോലെ പലരും ചെയ്യുന്നുണ്ടാവും. നമ്മുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. എനിക്ക് മനസ്സിലായി. അത് ഓർമ്മ വന്നപ്പോൾ എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ട്. എൻ്റെ കുറവുകൾ കൊണ്ടാവണം എൻ്റെ ഈ ഉടമ്പടി നിയോഗം സാധിക്കാത്തത്. അതിനിടയ്ക്ക് ഞാൻ എൻ്റെ മൂത്ത മോനാണിത്. ഇവൻ ITI കഴിഞ്ഞ് പാസ്സായി നിൽക്കുകയായിരുന്നു. ഇവനൊരു ജോലി ലഭിക്കാൻ ഞാൻ നിയോഗം വെച്ചു. അത് സാധിക്കുകയുണ്ടായി. പിള്ളേർക്ക് ഒരു വണ്ടി വേണമെന്ന് പറഞ്ഞു. ജപ്തി നടപടി ബാങ്കിൽ അടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത എനിക്ക് എങ്ങനെ ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ സാധിക്കും? ഞാനിവിടെ വന്നു അമ്മയോട് സങ്കടം പറഞ്ഞു. അമ്മേ, എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ള നിവൃത്തിയില്ല, എൻ്റെ അമ്മ സഹായിക്കണം, എൻ്റെ മക്കൾക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ബൈക്കെങ്കിലും അമ്മ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ പോയി നിന്ന് അവിടെ നിന്ന് പിന്നെ ബൈക്കിലിടാൻ വേണ്ടിയിട്ട് ഒരു കീ ചെയിൻ, അമ്മയുടെ ചിത്രമുള്ള ഒരു കീ ചെയിൻ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്കിതേ കൊടുക്കുവാൻ നിവൃത്തിയുള്ളൂ, വണ്ടി അമ്മ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി. വീട്ടിൽ ചെന്ന് ഈ കീ ചെയിൻ കൊടുത്തപ്പോൾ എൻ്റെ മക്കൾ എന്നെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അമ്മേ, ആനയെ വാങ്ങാതെ അമ്മ എന്തിനാണ് ചെയിൻ ചങ്ങല വാങ്ങിച്ചു കൊണ്ടുവന്നത്? ഇപ്പം ഞാൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാവ് തരും, മാതാവിനെ ഞാൻ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു. 1 മാസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ മാതാവ് ഞങ്ങൾക്കൊരു പുതിയ വണ്ടി വാങ്ങിക്കാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. വണ്ടി വാങ്ങിച്ചു. പിറ്റേ ദിവസം ഞാൻ ആ വണ്ടിയുടെ കീയുമായിട്ട്, എൻ്റെ മക്കൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ആ കീയുമായി ഇവിടെ വന്ന് ഞാൻ എൻ്റെ അമ്മ മാതാവിനെ കാണിച്ച് നന്ദി പറഞ്ഞിട്ട് ഞാൻ തിരിച്ചു പോയി. അമ്മേ, വണ്ടി കൊണ്ടുവരാൻ നിവർത്തിയില്ല, അമ്മേ, കീ ചെയിനെ എനിക്ക് കാണിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ കാണിച്ചിട്ട് തിരിച്ചു പോയി. അങ്ങനെ ആ സാക്ഷ്യം നടന്നു. 2ാമത് ഞാൻ ഇവിടെ പുതുക്കുവാൻ വന്നപ്പോഴേക്കും അപ്പോഴും ഞാൻ പറഞ്ഞു ഈശോയോട്, ഈശോയെ, ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, എനിക്ക് കൂടുതലൊന്നും അറിയില്ല, പിന്നെ ഈശോയുടെ നാമത്തിലാണ് ഞാൻ എന്തും ചെയ്യുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യിക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങേ അത് സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുമായിരുന്നത്. ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കുവാൻ ഇവിടെ വന്നു. ഉടമ്പടി പുതുക്കാൻ അവിടെ പോയി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ടോക്കൺ കൊടുക്കുവാൻ അവിടെ എല്ലാവരോടും ലൈനായി നിൽക്കുവാൻ പറഞ്ഞു. ഞാനും പോയി അവിടെ നിന്നു. സിസ്റ്റർ എന്താണോ പറയുന്നതെന്നൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് അവിടെ നിന്ന് സംസാരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹം, നിയോഗം സാധിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് അമ്മ മാതാവിനെ കൈകളിലേന്തി ആ പ്രദക്ഷിണം നടത്തുക എന്നുള്ളത്. അമ്മ, എനിക്ക് ആഗ്രഹം സാധിച്ചു തരണം. അത് ഞാൻ ഇപ്പം വേണമെന്ന് ഞാൻ പറയുന്നില്ല. എന്നെനിക്ക് അമ്മയെ കൈകളിലേന്തുവാൻ എന്നെനിക്ക് യോഗ്യത ഉണ്ടാവുന്നുവോ അതിന് നീ എന്നെ യോഗ്യതയുള്ളവളാക്കി മാറ്റിയിട്ട് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞ് സംസാരിക്കുകയാണ്. അതിനിടയ്ക്ക് അവിടെ ടോക്കൺ കൊടുക്കുന്നുണ്ട്. ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. ഞാൻ അമ്മയോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ എൻ്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. പെട്ടെന്ന് തന്നെ എൻ്റെ പിന്നിൽ നിന്ന് എൻ്റെ ഷോൾഡറിൽ 2 തട്ട് തട്ടി.
ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഇവിടുത്തെ ഒരു സിസ്റ്റർ ഒരു കാശ് രൂപം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. അപ്പോഴും ഞാൻ കാശ് രൂപത്തിൽ നോക്കിയില്ല. ഞാൻ സിസ്റ്ററെ നോക്കി, സിസ്റ്റർ എന്നെ നോക്കി ചിരിച്ചിട്ട് നടന്ന് അവിടെ പോയി നിന്നു. എല്ലാവരും പ്രാർത്ഥിക്കുക, അവരവരുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ടോക്കൺ നോക്കുക എന്ന് പറഞ്ഞു. ഞാൻ ആ ടോക്കണിൽ നോക്കിയതും ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കിട്ടിയത് മാതാവായിരുന്നു. എനിക്കിതിൽ പരം ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ അമ്മ മാതാവ് എനിക്ക് എന്നെ കയ്യിലെടുക്കാൻ എനിക്കുള്ളൊരു ഭാഗ്യം എന്തെന്ന് അനുഗ്രഹിച്ചു. എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ പറ്റാത്ത എൻ്റെ നിയോഗങ്ങളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ വിലപ്പെട്ടതാണത്. ഒരിക്കലും മറക്കാൻ കഴിയാത്ത, ഇന്നും പറയുമ്പോൾ എൻ്റെ ശരീരത്തിൽ കുളിരനുഭവപ്പെടുന്നു. ഒരു വല്ലാത്തൊരു തണുപ്പും വിറയലും ആ നിമിഷം എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ അവിടെ നിന്നും പൊട്ടിക്കരഞ്ഞു. എൻ്റെ ഇടതും വലതും മുന്നിലും പിന്നിലും നിൽക്കുന്ന ഓരോരുത്തരും എന്നെ നോക്കുന്നുണ്ട്. അവർക്ക് എന്താ ഞാൻ കരയുന്നതെന്ന് അറിയില്ല. ഞാൻ കരഞ്ഞത് എനിക്ക് അമ്മ മാതാവിനോട് തോന്നിയ സ്നേഹം, സന്തോഷം. ഞാൻ ആ പറഞ്ഞു തീർന്ന സെക്കൻഡിൽ എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ സാധിച്ചു തന്നതിൻ്റെ സന്തോഷമാണ്. അവിടെ നിന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞു. ആ ഉടമ്പടി അങ്ങനെ പ്രദക്ഷിണം ചെയ്തു തിരിച്ചുപോയി. ഞാൻ വീട്ടിൽ പോയപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് ഒരുപാട് സന്തോഷം കിട്ടി. അപ്പോഴും എൻ്റെ ജപ്തി നടപടിയുടെ കാര്യം നിൽക്കുകയാണ് കേട്ടാ. അമ്മയ്ക്ക് എപ്പോഴാണോ തരാൻ സാധിക്കുന്നത് ഈശോയും അമ്മയുടെയും സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഞാൻ തിരിച്ചുപോയി. അങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളുടേതല്ലാത്ത വേറൊരാളുടെ സ്ഥലം കച്ചവടത്തിന് വേണ്ടി എൻ്റെ ഹസ്ബൻഡിനോട് സംസാരിക്കുകയും പുള്ളിനെ ഇടനിലക്കാരനാക്കി അവരെ നിർത്തുവാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അതുമായി മുന്നോട്ട് പോകുവേ എന്തോ 50 വർഷം മുമ്പുള്ള പേപ്പർ വേണമെന്ന് പറഞ്ഞു അവർ. അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ വീണ്ടും ഓടി ഇവിടെ വന്നു. അമ്മ മാതാവേ, എൻ്റെ ഭർത്താവിനെ ഇടനിലക്കാരനാക്കി നിന്ന് ഇത് ഞങ്ങൾക്ക് നടത്തി തന്നാൽ ഭർത്താവിനെയുമായി ഇവിടെ വന്ന് നിന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാമേ. ഞങ്ങൾക്കൊരു വഴിയില്ല, ഇത് അമ്മ തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബാധ്യത തീർക്കാൻ അമ്മ തന്നെയാണ് ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു പോയി. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, എൻ്റെ കൂടെ വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണം. അതുകൊണ്ട് ഈ ഉടമ്പടി ഉപ്പ് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ടിട്ട് പ്രാർത്ഥിക്കാം. അതിനുശേഷം നമ്മുടെ കാര്യം നടന്നാൽ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. പുള്ളി സമ്മതിച്ചു. രാത്രി ഞങ്ങൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി വേണ്ടെന്ന് വെച്ച സ്ഥലമായിരുന്നു. അവർ വീണ്ടും തിരിച്ചു വന്നു. ആ സ്ഥലം എടുക്കുകയും ആ സ്ഥലം വിൽപ്പന നടത്തി അതിലൂടെ 6.25 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഈ ജൂൺ 18-ാം തീയതി ഞങ്ങൾക്ക് ചെക്ക് ലഭിച്ചു. ഈ ചെക്ക് ലഭിച്ച് ബാങ്കിൽ അന്ന് തന്നെ പോകുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. 3 ദിവസം സമയമെടുക്കും ഞങ്ങൾക്കത് ക്യാഷായി കിട്ടുവാനെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 19-ാം തീയതി രാവിലെ അപ്പം ഞാൻ അമ്മ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു. അമ്മ മാതാവേ, ഇത് നടക്കുവാണെന്നുണ്ടെങ്കിൽ ആരറിയുന്നതിനേക്കാളും മുമ്പേ എൻ്റെ അമ്മയുടെയും ഈശോയുടെയും മുമ്പിൽ വന്ന് വെളിപ്പെടുത്തിയിട്ടേ ഞാനിത് ആരോടും പറയുകയുള്ളൂ. 19-ാം തീയതി വെളുപ്പിനെ ഞങ്ങൾ വണ്ടി കയറി ഇവിടെ വന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡുമായി ഇവിടെ വന്ന് അമ്മ മാതാവിനോടും ഈശോയോടും ഞാൻ പറഞ്ഞു, ഒരുപാട് നന്ദിയും പറഞ്ഞു. ഈ സിസ്റ്ററായിരുന്നു വന്ന്. സിസ്റ്ററോട് ഞാൻ പറഞ്ഞു, ബാങ്കിൻ്റെ ജപ്തി നടപടിയാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ക്യാഷ് അടച്ചോ? ഞാൻ പറഞ്ഞു, ഇല്ല, 3 ദിവസം സമയം വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൈസ അടച്ചിട്ട് ജപ്തി നടപടി ക്ലിയർ ചെയ്തിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചുപോയി. പോകാൻ സമയം ഞാൻ ഇവിടെ നിന്ന് അമ്മ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, 7,63,063 രൂപയാണ് ഞങ്ങളുടെ അടയ്ക്കേണ്ട തുക. ഞങ്ങൾക്ക് കിട്ടിയത് 6.25 ലക്ഷം രൂപ. ഇതിൽ നിന്ന് ബാക്കി തുക ഇനിയും ഉണ്ടാക്കണം. എൻ്റെ മുന്നിൽ വഴികളില്ല. അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന സ്വർണം പണയം വെച്ചിട്ട് അതിനും ലേലത്തിൽ വെച്ചിരിക്കുകയാണ്. ബാങ്കുകാരുടെ വിളികൾ നിൽക്കാൻ പറ്റുന്നില്ല. സ്വസ്ഥതയില്ല, സമാധാനമില്ല, കരച്ചിലായി, ആർക്കും ഭക്ഷണമില്ല. അങ്ങനെയുള്ള അവസ്ഥകളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഈ 6.25 ലക്ഷം രൂപ കിട്ടിയതുമായിട്ട് ഞാൻ ഇവിടെ നിന്ന് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഇതിൽ കൂടുതൽ തുക എനിക്ക് അടയ്ക്കാനുണ്ട്. ഇനി എന്ത് ചെയ്യും? എൻ്റെ മുന്നിൽ വഴികളില്ല. അമ്മയും ഈശോയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അമ്മ എനിക്കൊരു കാര്യം ചെയ്തു തരണം. ഇത്രയും ചെയ്തു തന്നമ്മ ഇതിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മേ, എനിക്ക് 5 ലക്ഷം രൂപയാക്കി എനിക്കിത് അമ്മ കുറച്ച് തരണം. ഇവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയില്ല. ഞാൻ ബാങ്കിലേക്കാണ് പോകുന്നത്. എൻ്റെ ഭർത്താവ് എൻ്റെ മോനുമായി ബാങ്കിൽ ചെന്ന് സംസാരിക്കും. ഞങ്ങൾക്ക് മുമ്പേ അമ്മ അവിടെ എത്തണം എന്ന് പറഞ്ഞു. കാശ് രൂപവുമായി ബാങ്കിൽ പോയി. ബാങ്കിൽ ചെന്ന് സംസാരിച്ചു. അവർ ആ 5,15,000 രൂപയ്ക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ സമാധാനമായിട്ട് പോന്നു.
എന്തായാലും 5,15,000 രൂപ പറഞ്ഞല്ലോ എന്ന് എൻ്റെ ഭർത്താവ് സമാധാനിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് ചോദിച്ചിരിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അതെൻ്റെ അമ്മ കുറച്ച് തന്നെ തരും. ഞാനത് നന്നായിട്ട് ഉറച്ച് വിശ്വസിക്കുന്നു. എൻ്റെ അമ്മ എന്നെ അതിൽ തന്നെ തന്ന് രക്ഷപ്പെടുത്തുമെന്ന്. 3 ദിവസം കഴിഞ്ഞിട്ട് ക്യാഷ് അടക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. 3-ാം ദിവസം ക്യാഷ് അടക്കാനായി ബാങ്കിൽ ചെന്നു. ബാങ്കിൽ ചെന്നപ്പോൾ അത്ഭുതകരമായി ഒന്നും അങ്ങോട്ട് സംസാരിക്കേണ്ടി വന്നില്ല. ബാങ്ക് മാനേജർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കാര്യം ഇവിടെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് മുകളിൽ നിന്ന്, അതുകൊണ്ട് നിങ്ങൾക്ക് 5 ലക്ഷം രൂപയായിട്ട് കുറച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് തുള്ളിച്ചാടണമെന്ന് എനിക്ക് തോന്നി. ഞങ്ങളെ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല. സ്വന്തക്കാരും ബന്ധുക്കളും നാട്ടുകാരും ഒരാളും സഹായിക്കാനില്ലാതെ കൈവെടിഞ്ഞ ഞങ്ങളെ എൻ്റെ അമ്മ മാതാവും എൻ്റെ ഈശോപ്പായുമാണ് ഞങ്ങളെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് ഈ അൾത്താരയിൽ ഞാനും എൻ്റെ ഭർത്താവും മക്കളും നിൽക്കുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മയുടെയും ഈശോയുടെയും അനുഗ്രഹം മാത്രമാണ്. എൻ്റെ മരണം വരെ ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും കടപ്പെട്ടിരിക്കുന്നു. എന്നും വെളുപ്പിന് 5:30-ക്കും സന്ധ്യയ്ക്കും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ഈശോയോടും അമ്മയോടും പറയുന്നത്, അമ്മ ഈശോയെ, എൻ്റെ മരണം വരെ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അഭിഷേകം ചെയ്യണമേ എന്നാണ്. പിന്നെ ഒരുപാട് എനിക്ക് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും എനിക്കുണ്ടായി. പണ്ടെല്ലാം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നെ പോലെ പലരും ഉണ്ടാവും ഇവിടെ. എൻ്റെ സങ്കടങ്ങളായിരുന്നു ഞാൻ ആദ്യം ഈശോയോട് പറഞ്ഞിട്ടിരുന്നത്. പക്ഷേ എൻ്റെ ഈ ഏറ്റവും വലിയൊരു നിയോഗം നടക്കാതിരുന്നപ്പോൾ എനിക്ക് തോന്നി എന്നിൽ എന്തൊക്കെയോ കുറവുകളുണ്ടെന്ന്. അത് മനസ്സിലായി. ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്ന കാര്യങ്ങൾ പലതും എൻ്റെ ഓർമ്മകളിൽ വന്നു. ഞാൻ എൻ്റെ പ്രാർത്ഥന മാറ്റിപ്പിടിച്ചു. ഞാൻ എനിക്ക് വേണ്ടിയല്ല പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. രോഗികളായ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്തവർക്ക് അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുമക്കളില്ലാത്ത ദമ്പതിമാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജപ്തി നടപടി ഭീഷണി നേരിടുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാടകയ്ക്ക് താമസിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഓരോരുത്തരെയും പ്രത്യേകം കുഞ്ഞുമക്കളെ, മദ്യപാനികളെ എല്ലാവരെയും സമർപ്പിച്ച് ഞാൻ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ഈ പറയുന്നത് സത്യസന്ധമായ കാര്യമാണ്. ഇതുപോലെ ഒരിക്കലും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും ഈശോയും മാതാവും നമ്മളെ കൈവിടില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നിങ്ങളോട് ഞാൻ അത് തന്നെ പറയുന്നു. ഇനിയും എൻ്റെ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയിലും ഞാനും എൻ്റെ കുടുംബത്തെയും കൂടി ചേർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇത്രയേറെ സൗഭാഗ്യങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. അമ്മയും ഈശോയും ഇല്ലായിരുന്നെങ്കിൽ ഈ പുണ്യഭൂമിയിൽ ഞാൻ വന്നില്ലായിരുന്നു. ഈ സമയം ഈ ജൂൺ 30-ാം തീയതിക്കകം 4 മരണങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സംഭവിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ എനിക്ക് ഭയമില്ല, ഭക്ഷണത്തിൽ വിഷം കലർത്തി മരിക്കാം എന്ന് വരെ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞതാണ്. എന്നെയാണ് ഇന്ന് എൻ്റെ അമ്മ മാതാവും ഈശോപ്പായും ഈ അൾത്താരയിൽ നിർത്തിയിരിക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ എൻ്റെ നിയോഗങ്ങൾ നടന്നില്ലെങ്കിലും അതെല്ലാം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. പൊതിച്ചോറ് കൊടുക്കുകയും ക്യാൻസർ സെൻ്ററിൽ പോയി അവിടെയുള്ള അമ്മമാരെ കാണുകയും എന്നെക്കൊണ്ട് കഴിയുന്ന ചെറിയ സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കുകയും വേറെ അനാഥാലയങ്ങളിൽ പോകുകയും അവിടെയും എന്നെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ സാമ്പത്തികമായിട്ടും അല്ലാതെ ഭക്ഷണത്തിന് വേണ്ടുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്താണെങ്കിലും എല്ലാം ഞാൻ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോ അപ്പയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഉണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ. എനിക്ക് അതുമെല്ലാം എൻ്റെ അമ്മ മാതാവ് സാധിച്ചു തരും. വീണ്ടും ഇതിനേക്കാൾ കൂടുതൽ ശക്തിയായി ഊർജത്തോടെ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ എൻ്റെ അപ്പയും എൻ്റെ അമ്മ മാതാവും ഇവിടെ കൊണ്ടുവരുമെന്ന ഉറച്ച ബോധ്യത്തോടുകൂടി ഞാൻ നിർത്തുന്നു. അമ്മയ്ക്കും മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് അമ്പിളി തോമസ്. ഇതെൻ്റെ ഭർത്താവ് തോമസ്. ഇതെൻ്റെ മൂത്ത മകൻ ജെറിൻ. ഇതെൻ്റെ രണ്ടാമത്തെ മകൻ ഷെറിൻ. ഞങ്ങൾ കട്ടപ്പന അന്യാർതൊളു സെൻറ്റ് തോമസ് ഇടവക അംഗങ്ങളാണ്. ഞാൻ 8/11/22 വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. എനിക്കിവിടെ വരണമെന്നും മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കണമെന്നും അതിയായ ആഗ്രഹമായിരുന്നു. പത്രമൊക്കെ ഇതിനു മുമ്പ് കിട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ എൻ്റെ മൂത്ത മകൻ UK പോകാൻ എല്ലാ കാര്യങ്ങളും ശരിയായി കൊണ്ടിരിക്കുമ്പം എനിക്ക് എൻ്റെ മാതാവിൻ്റെ അടുത്ത് വന്ന് ഇച്ചിരൂടെ പ്രാർത്ഥിക്കണം എന്ന ഒരു വലിയ ആഗ്രഹത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. പക്ഷേങ്കിൽ ഞാൻ ഇവിടെ 6 ആവശ്യങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിച്ചു പോയി, മാതാവേ, എനിക്ക് ഇവിടുത്തെ അച്ഛനെയും കാണണ്ട, ഇവിടെ സാക്ഷ്യവും പറയാൻ പറ്റത്തില്ല, എൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരണം എന്ന് പറഞ്ഞിച്ച് ഞാൻ ഇവിടുന്ന് പോയി.
ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴത്തേന് ഈ കൊച്ചിനെ കെ കോളേജിൽ കൂട്ടുകാരുടെ അടുത്ത് വരണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധപ്പെടുത്തി. അന്നേരം ഞാൻ പറഞ്ഞു ഞങ്ങളെ ഇപ്പോൾ ഈ ഇളയ കൊച്ച് വന്നിട്ടില്ല ഇവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് നീ പൊക്കോ എന്ന് പറഞ്ഞു. ഞങ്ങൾ 3 പേരും ഇവിടെ വന്നു. ഈ കൊച്ച് കൂട്ടുകാരുടെ അടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാനിവിടെ വന്നിരുന്നു. ഇവിടെ കേൾക്കുമ്പോൾ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ ആദ്യമായിട്ട് സാക്ഷ്യം കേൾക്കണം. ഞാൻ ആ ലാസ്റ്റാണ് അവിടെ ഇരുന്ന് ഞാൻ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴത്തേന് എനിക്ക് ആകെപ്പാടെ ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഇതുപോലെ വന്ന് ഞാൻ പലയിടത്തും പല ആരാധനകളിലെല്ലാം പോയി കൂടുകയും അച്ഛന്മാരിങ്ങനെ സാക്ഷ്യം എഴുതി വായിക്കുന്നതാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ എനിക്കിവിടെ ഇത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര സങ്കടമായി. മാതാവ് അവൾക്ക് ഒരു കള്ളം പറയാൻ ഇവിടെ കയറി എന്ന് പറയാൻ പറ്റത്തില്ല, അമ്മ എന്നോട് ക്ഷമിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് കുളിര് കോരുവാണ് ഇവിടുത്തെ സാക്ഷ്യം കേട്ടിട്ട്. എന്നിട്ട് ഞാൻ പയ്യെ ആ മാതാവിൻ്റെ നേരെ അങ്ങോട്ട് തിരിഞ്ഞ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. ഞാൻ പറഞ്ഞു, മാതാവേ, എൻ്റെ കൊച്ചിന് UK 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. അത് 16 ജനുവരി 11 ഇവിടുന്ന് പോകും, 12 അവിടെ ചെല്ലും. 3 ദിവസം താമസിക്കാൻ ഒരിടം വേണം. 16 ഇവന് റൂം കിട്ടും, അതുവരെ താമസിക്കാൻ ഒരിടമില്ല. മാതാവേ, ഇവനെ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ആരോരും ഇല്ലാത്തടത്ത് ബാഗും എല്ലാം തൂക്കി എങ്ങോട്ട് പോകണമെന്ന് അറിയത്തില്ല നിൽക്കുന്ന അവസ്ഥ. അമ്മ, എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല, എൻ്റെ ജീവൻ പോകും എന്ന് ഞാനിങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവിടുന്ന് ഇറങ്ങി. അന്നേരം എനിക്കൊരു സിസ്റ്ററിനെ കാണാനുണ്ടായിരുന്നു, കാഞ്ഞിരപ്പള്ളിയിൽ. അവിടുത്തെ അനുഗ്രഹം മേടിക്കാൻ വേണ്ടി അവിടെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിരുന്നു മാതാവ് ഇങ്ങനെ തോന്നുവാണ്, എൻ്റെ അമ്മായിമ്മയുടെ ചേട്ടത്തി കാഞ്ഞിരപ്പള്ളിയിൽ താമസിക്കുന്നുണ്ട്, അവരുടെ അനുഗ്രഹം കൂടെ മേടിക്കാം, അവിടെ പോയിട്ടും കൂടെ പോകാം. ഞങ്ങൾ ഇവിടുന്ന് രാത്രിയായി 8 മണിയായി അവിടെ ചെല്ലുമ്പോൾ. അവിടെ ചെന്ന് പേരമ്മയോട് പറഞ്ഞു, ഇന്നതാണ് എൻ്റെ അവസ്ഥ, ഈ കുഞ്ഞിനെ ഒരു താമസിക്കാൻ ഇങ്ങനെ പോവുകയാണ്, വെളിയിൽ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ എവിടാ സ്ഥലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞു UK. അന്നേരം പറഞ്ഞു, എൻ്റെ കൊച്ചുമോളും അവിടെയല്ലേ താമസിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അപ്പം മൂത്തയാൾ +2 പഠിക്കുന്ന കൊച്ച് പോയിട്ട് വന്നതേ ഉള്ളൂ. അവന് ഓണത്തിനെല്ലാം പോയിട്ട് വന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു തന്നെ വരുമോ. അപ്പോൾ എൻ്റെ ജീവൻ ഇവിടുന്നല്ല ഒരു ഏജൻസി ഈ കൊച്ചിന് എൻ്റെ ജെറിന് കിട്ടിയേക്കുന്നത് UK തന്നെയാണ്. അതുകൊണ്ട് ആ താമസസ്ഥലം ഒന്നും ആകാതെ പോയേ. അന്നേരത്തേക്കിനും ഭയങ്കര സന്തോഷമായി. ഞാനെനിക്കിത് കേട്ട് എൻ്റെ മാതാവ് അവിടെ എന്നെ കൊണ്ട് എത്തിച്ചു. ഇവന് 3 മാസം താമസിക്കാൻ 3 ദിവസം ചോദിച്ചതിന് എൻ്റെ മാതാവ് 3 മാസത്തേക്ക് താമസിക്കാൻ ഇടം നൽകി അനുഗ്രഹിച്ചു. ആദ്യത്തെ എൻ്റെ ഉടമ്പടിയിൽ എഴുതി വെച്ചതും സാധിച്ചതുമായ കാര്യം അതാണ്. രണ്ടാമത് ഭർത്താവിന് വിട്ടുമാറാത്ത ചുമയാണ്. ഞങ്ങൾക്ക് പാട്ടക്കാടാണ്, ഒരു 15 കിലോമീറ്റർ വണ്ടിക്ക് ദൂരെ പോകണം. വണ്ടി ഓടിച്ച് പോകേണ്ട സമയത്തെല്ലാം ഈ വണ്ടി ഒന്നും ഓടിക്കാൻ പറ്റുന്നില്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ ചുമയാണ്. 5 മിനിറ്റ് നിന്ന് ശ്വാസം പിടിച്ച് ചുമക്കുന്ന ഒരു ചുമയാണ്. കിടക്കാൻ സന്ധ്യ ആകുമ്പോഴും എല്ലാം ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ 2ാമത്തെ ഉടമ്പടിയിൽ തന്നെ വെച്ചത്. എൻ്റെ മാതാവ് അതെങ്ങനെയോ മാറ്റി, ഒരു കുഴപ്പമില്ല. മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം അത് മാറിക്കിട്ടി. പാട്ടക്കാടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും ദൂരം പോവുകയും ചെയ്യണം, മനസ്സിനൊരു സമാധാനമില്ല. ഞങ്ങളവിടെ ഇരുന്ന് എന്ത് ചെയ്യാനാണ്, ഇതും കൊണ്ട് ഒരു തരത്തിലും മുന്നോട്ട് പോകുന്നില്ല, പണിയാനല്ലാതെ ഇതും കൊണ്ട് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ ഇരുന്ന് 2 പേരും കൂടെ പറമ്പിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു. മാതാവേ, ഞങ്ങൾ എന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കുവാണ്, ഉപ്പുണ്ടെങ്കിൽ ഇടാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു ഭർത്താവിനോട്, ഉപ്പുണ്ട്? അപ്പോൾ പറഞ്ഞ് 2 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞപ്പം ഇത്രയും 2.5 ഏക്കർ ഇടാൻ അത് മതിയാവുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ മനസ്സിൽ നിന്ന് ഇങ്ങനെ പറയുന്നു, 1 നുള്ളു ഉപ്പെടുത്ത് 1 ഏലത്തിൻ്റെ നടുക്കിട്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 2 പേരും 2 സൈഡിൽ കൂടെ പോയി ഇത് പ്രാർത്ഥിച്ചു. ഏറ്റവും ഒടുവിൽ ലാസ്റ്റ് മിച്ചം വന്നെന്നാണ് പറഞ്ഞു, ഒരു ബോട്ടിൽ ഭർത്താവിനത് സൈഡിൽ കൂടെ ഇടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പിന്നെ തിരിച്ച് ആ പറമ്പിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെന്നില്ലാത്തൊരു സമാധാനം. ഞങ്ങൾക്ക് ഉണ്ടോ ഇല്ലെന്നല്ല, ആ കാട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. മാതാവ് അതിൻ്റെ രോഗപാഠങ്ങൾ മാറ്റുകയും ചെയ്തു, ആദായം നൽകുകയും ചെയ്തു. പിന്നെ ഈ പാട്ടത്തിന് സ്ഥലം കൊടുക്കാനായിട്ട് ഈ കൊച്ച് ഓൾറെഡി ജനുവരി പോയതുകൊണ്ട് 20 ലക്ഷം രൂപ ലോൺ എടുത്തേക്കുന്നു. അന്നേരം പിന്നെ അവിടുന്ന് പലിശ എടുത്താണ് നമ്മൾ ആ റൗണ്ട് കൊടുത്തത്. തന്നാണ്ട് പൈസയാണ് ഞങ്ങൾ പാട്ടത്തിന് കൊടുക്കേണ്ടത്. അന്നേരം ഞങ്ങൾ അത് കൊടുത്തു. 2ാമത്തെ തവണ ഇതുപോലെ കൊടുക്കേണ്ട 4ാമത്തെ പുതുക്കലിനാണ്. അപ്പം നമുക്കിത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ പൈസ. അപ്പോൾ ഞാൻ അവനോട് പറയുമായിരുന്നു, എനിക്ക് ഇവിടെ വരുന്നതിലും കൂടുതൽ ഞാൻ ഇവിടെ വന്ന് എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എനിക്ക് ആ വീടുകളിൽ വരുന്ന ദിവസത്തേക്ക് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, മാതാവേ ഞാൻ ഇന്നത് കാര്യത്തിന് ഞാൻ വരുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പാട്ടക്കാരോട് ഇനി അവധി പറയാൻ അനുവദിക്കല്ലേ അമ്മേ, എനിക്ക് അതും പൈസ റെഡി ആക്കി തരണേ മാതാവേ, ഇനി പലിശയ്ക്ക് എടുക്കാനും പറ്റത്തില്ല, ഇത്ര ഉണ്ടല്ലോ എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ച് വന്നപ്പോൾ അന്ന് ഞങ്ങൾ വരിക, 4ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുവാണ്. അപ്പോൾ ഇതാണ് മനസ്സിലുള്ളതും പ്രാർത്ഥനയും. അങ്ങനെ വന്നുകൊണ്ടിരുന്ന വഴിയും വാഗമൺ കഴിഞ്ഞപ്പോഴത്തേന് ഒരിക്കലും ഇല്ലാത്ത ഒരു അസ്വസ്ഥതയാണ് ഈ ഭർത്താവിന്. ഗ്യാസ് കയറുകയും അങ്ങ് ഭയങ്കരമായിട്ട് ഛർദ്ദിക്കുകയല്ല. ഞങ്ങളിങ്ങനെ എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല.
അങ്ങനെ ഒരു വിഷമത്തിൽ ഞങ്ങൾ വരുവാണ്. ഇവിടെ വന്നു മാതാവിൻ്റെ അടുത്ത് വന്നു. ഞാൻ അവിടുന്ന് വന്ന് കയറിയത്, ഞാൻ ഉടമ്പടി ടോക്കൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിൻ്റെ പള്ളിക്കകത്ത് കയറിയിരുന്നു. പള്ളി അകത്തോട്ട് കയറിയിരുന്നപ്പോഴത്തേക്കിനും ഞാൻ കണ്ണ് അടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തേക്കുന്നു വലിയൊരു രൂപ. എൻ്റെ അമ്മ, എനിക്കത് പേടിയായി കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, മാതാവേ ഇതെന്താ ഇങ്ങനെ? അന്നേരത്തെ പറയും, മാതാവ് അനുഭവിച്ച ഒരു സങ്കടം നിനക്കില്ലല്ലോ. പിന്നെ ഞാൻ എന്നും ഈ പള്ളി വരുമ്പോൾ ഇങ്ങനെ ഒരു രൂപ ഞാനിവിടെ തപ്പും, ഞാനത് കണ്ടിട്ടേ ഇല്ല എൻ്റെ മനസ്സിൽ. അങ്ങനെ എനിക്ക് മാതാവ് ദർശനം തന്നു. അങ്ങ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകുന്ന വഴിയും ഒരിക്കലും ഞങ്ങൾ ഇത്രയും വർഷക്കാലം ഞങ്ങൾ ഇവിടെ താമസിക്കുന്നവരാ, ഒരു കൃഷിഭവനിൽ നിന്ന് ഞങ്ങളെ ആരെയും വിളിച്ചിട്ടില്ല. ഞങ്ങളിങ്ങ് പോകുന്ന വഴി തന്നെ, ഇവിടുന്ന് പോകുന്ന വഴി തന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു സാറ് വിളിച്ചേക്കുന്നു, കാർഷിക വായ്പ തരാം എന്നതുപോലെ. അപ്പം ഇപ്പം ഭർത്താവ് പറഞ്ഞു, ഞങ്ങൾക്ക് ഓൾറെഡി 20 ലക്ഷം രൂപ ലോണുണ്ട്, അതിൻ്റെ ഇടയിൽ എങ്ങനെ കിട്ടും എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, കരമടച്ച രസീതുമായിട്ട് പോകാം. അപ്പോൾ അതെല്ലാം വാങ്ങിക്കില്ലാന്ന് പറഞ്ഞു. നിങ്ങൾ നാളെ വാങ്ങി വാ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ വന്നു. ഞങ്ങൾക്ക് പറഞ്ഞതിലും കൂടുതൽ പൈസയും തന്നു. കുറഞ്ഞ സ്വർണ്ണയും പണയും വെച്ചാൽ ഞങ്ങൾക്ക് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച പോലെ എനിക്ക് അവിടെ ഒരു അവധി പറയാതെ ആ പൈസ പാട്ടക്കാരന് കൊടുക്കാനും ഈ രണ്ടാമത്തെ ആൾക്ക് പഠിക്കാൻ ഫീസ് കൊടുക്കാനും മാതാവ് ഒരു വഴി കാണിച്ചു തന്നു. പിന്നെ ഞങ്ങൾക്ക് വെള്ളമാണ് ഭയങ്കര ബുദ്ധിമുട്ട്. വെള്ളത്തിന് ഞങ്ങൾക്ക് 1 കിലോമീറ്റർ അകലെയാണ് വേറൊരാൾ വെള്ളം തന്നേക്കുന്നത്. വെള്ളം തരുന്ന ആൾക്ക് കുഴപ്പമില്ല. ഓസ് ഇട്ടേക്കുന്നിടത്ത് 2 വശത്തും വെട്ടും. എപ്പോഴും ഓസ് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് പതിവ്. മോട്ടർ ഓണാക്കിയിട്ട് ഓടി പോകേണ്ട വരും. വെള്ളം വന്നില്ല. അതിരം വഴി ചെല്ലുന്നത് കണ്ടാൽ അവർ വഴക്കും പറയും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കണ്ണ് നിറഞ്ഞൊക്കെ ഭർത്താവ് വന്നപ്പോൾ ഭയങ്കര സങ്കടപ്പെട്ടു. എന്നാ ചെയ്യും? ഞങ്ങൾ ആദ്യമേ വെറുതെ ഇവിടെ സ്ഥലം മേടിച്ച സമയത്ത് ഞങ്ങളിവിടെ ഒരു കുഴൽക്കിണർ കുത്തിപ്പാട് മുഴുവൻ ചേറായിരുന്നു. അതുകൊണ്ട് പലിശയ്ക്ക് എടുത്ത് നമ്മളങ്ങനെ ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായപ്പോൾ ഇനി ഇങ്ങനെ ചെയ്താൽ എന്നാ ചെയ്യും എന്നോർത്ത് ഭയങ്കര ഒരു സങ്കടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കിന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നും, എന്നാൽ ഇപ്പോൾ ഈ കടയെല്ലാം നിൽക്കുക, അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മനസ്സിൽ തോന്നുക, കുഴൽക്കിണർ കുത്തുക. ഞാൻ വന്ന് നിരന്തരം ഭർത്താവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു, നമുക്കൊരു കുഴൽക്കിണർ കുത്തണം. അന്നേരം പറഞ്ഞു, ഒന്ന് കുത്തിയ അനുഭവമില്ല, ഇനി എങ്ങനെ സാധിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ പൈസയോ? ഞാൻ പറഞ്ഞു, അത് മാതാവ് തരും എന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കുത്താൻ എൻ്റെ ശല്യം കാരണം സമ്മതിച്ചു. മനസ്സോടെ ഭർത്താവ് സമ്മതിച്ചു. അന്ന് വെച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ആളെ വിളിക്കാൻ പോയി. പക്ഷേ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഏലത്തിനകത്തോട്ടൊന്നും നമുക്ക് വേണ്ട മാതാവേ, സാധനം നമുക്ക് ഈ നടുമിറ്റത്തായാലും ഒരു കുഴപ്പമില്ല മാതാവേ, ഇവിടെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഒരു സൈഡ് തൊട്ട് ഇങ്ങനെ ഉപ്പും ഇവിടുന്ന് കൊണ്ടുപോയി ഞാൻ മണ്ണും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മണ്ണും ഉപ്പും കൊണ്ടിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നിർത്തിയ സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് മാതാവിനോട് ഇരുന്ന് ആ ആൾ വന്നപ്പോൾ ഉണ്ട് ഞാൻ ഉപ്പിട്ടടം മാത്രം, എനിക്ക് എൻ്റെ മാതാവിന് മാത്രം അറിയാവുന്ന കാര്യം. അതുപോലെ ആ ഉപ്പിട്ട സ്ഥലത്ത് തന്നെ അവിടെ വന്ന് നിന്ന് അവിടെ സാധനം കാണാൻ ഒരു ശല്യവും ഇല്ലാതെ ഞങ്ങൾക്ക് വണ്ടി കയറുന്നതിന് മറ്റുള്ള ഒരു തടസ്സമില്ലാതെ അവിടെ ആ 500 അടിക്ക് താഴെ തമ്പുരാൻ വെള്ളവും തന്നു. 2 മാസത്തിനുള്ളിൽ ആ കടവും വീട്ടാൻ തമ്പുരാൻ സഹായിച്ചു. മാതാവ് ഒരു വഴി ഒരുക്കി തന്നു. ഈ കൊച്ചിനെ UK ലൈസൻസ് എന്നിട്ട് എന്ത് ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഓർത്ത്, ഇവൻ ഇവിടെയൊക്കെ വണ്ടി ഓടിച്ച് നടക്കുന്നല്ലേ, കിട്ടും, അതിന് വലിയ പാടൊന്നുമില്ല എന്ന് വിചാരിച്ചു. വലിയ പ്രാർത്ഥന ഇതൊന്നും ചെയ്തില്ല, കിട്ടുമെന്ന് വിചാരിച്ചു. പക്ഷേ ആദ്യം പോയി. അന്നേരത്തേനും അവൻ വിളിച്ച് പറഞ്ഞു, അമ്മേ 2ാമത് ഞാൻ എടുത്തിട്ടുണ്ട്, ഇന്ന ദിവസമാണ് ആദ്യത്തെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ പറഞ്ഞ് പ്രാർത്ഥിച്ചേക്കാം, ഞാൻ ഈ നമ്മുടെ വണ്ടിയെ കയറിയിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചോളാം, വിശ്വാസപ്രമാണം ഇങ്ങനെയൊക്കെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്, അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചോളാം, നീ അതുപോലെ ചെയ്തോളാം, നീ പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഈ കൊച്ചു ആ സമയത്ത് മെസ്സേജ് ഇട്ടു. 2ാമത് വന്നിട്ട് ഞാൻ വച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് വെച്ച് കാറിൽ കയറിയിരുന്ന് തൈലം തൂത്ത് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന വഴി ഇത്തവണയും പൊട്ടി. ഇത് തന്നെ മനസ്സ് നിറഞ്ഞു വരിക, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഇത്തവണയും പൊട്ടി. ഇവൻ്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെ ഞാൻ എന്നിട്ട് തിരി ഊതിയപ്പോഴത്തേന് വിളി വന്നു, അമ്മ ഇത്തവണയും പൊട്ടി. ആ കാണിച്ച പോലെ തന്നെ വന്നു. അന്നേരത്തെ സാധനപ്പോഴത്തേ ഞാൻ ഇവനങ്ങ് സങ്കടമായി, ഇനി അടുത്ത ഉടനെ അങ്ങ് കിട്ടുകയില്ല. ഞാൻ പറഞ്ഞു, അടുത്തത് നോക്ക്. അന്നേരത്തിന് ഞാൻ പറഞ്ഞു, ഇനി ഒരു വണ്ടിക്കാണെങ്കിലും ഇവിടുത്തെ 3000 രൂപ വേണം, അവിടെ അടയ്ക്കണേ, എന്നാലേ വണ്ടി കിട്ടുള്ളൂ, ഇൻഷുറൻസ് ചെയ്താലേ വണ്ടി കിട്ടുള്ളൂ എന്നൊക്കെ ഇവൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, ആ 3000 രൂപ നീ പ്രാർത്ഥിച്ച് ഇങ്ങോട്ട് അയക്ക്, ഞാനിവിടെ പാവങ്ങൾക്ക് മരുന്ന് മേടിക്കാൻ മാർഗ്ഗമില്ലാത്തവർക്കോ അങ്ങനെയുള്ളവർക്കും ഞാൻ കൊടുക്കാം, നീ അതിങ്ങോട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കൊച്ച് അതുപോലെ ചെയ്തു. എന്നിട്ട് അടുത്ത പ്രാവശ്യത്തെ ഇതിന് ഇവനെ കിട്ടുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഹെവി ലൈസൻസും കിട്ടി. അങ്ങനെ തമ്പുരാൻ അനുഗ്രഹിച്ചു. മെക്കാനിക് 2ാമത്തെ ആൾക്കാണ് പിന്നെ അടുത്തത്. അവന്
ഞാൻ ഇവിടെ വരുമ്പോഴാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും മാതാവ് നടത്തി തരുന്നത്. ഞാൻ വെച്ചതിലും കൂടുതൽ എൻ്റെ മാതാവ് ഈ പള്ളി വരുന്നതാണ്. ഈ പള്ളി വരുമ്പോൾ ഞാൻ അന്ന് വരെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വരുന്നിടം വരെയും പറയും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ചിങ്ങനെ കയറുന്ന പോലെ ഒരു സന്തോഷമാണ് എനിക്ക് വേറെ പറയാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കാനാണ് എനിക്ക് ഇഷ്ടം, ഇവിടുന്ന് പോകാനും ഇഷ്ടമില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കൊച്ചിന് എല്ലാവരോടും ഞാൻ ഈ ഓരോ ഉടമ്പടി എഴുതാം, നമുക്ക് പുതുക്കുമ്പോൾ ഞാൻ ചോദിക്കും, മൂത്തയാളോട് ചോദിക്കും എന്നാ ചെയ്യേണ്ടത്, നിനക്ക് എന്നതാ വേണ്ടത്, നിൻ്റെ കാര്യം ഞാൻ എന്നതാ എഴുതണ്ടേ, മാതാവിനോട് പറയേണ്ടതെന്ന് ചോദിക്കും. ഭർത്താവിനോട് പറയും. അത് അന്നേരം കൃഷിയുടെ രോഗേടുപാടുകൾ മാത്രമേ പറയുള്ളൂ, സ്വന്തമായിട്ടൊന്നും പറയത്തില്ല. പിന്നെ ഈ കൊച്ചാണെങ്കിലും അവൻ്റെ പഠനം ഉപരിപഠനം അത് പഠനമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്തോടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇവൻ ഒന്നും പറയത്തില്ല. അപ്പം ഞാനോർത്ത് എൻ്റെ മാതാവ് ഇവനെ ഒന്നാമതാക്കണം, ഒന്നിനും സപ്ലൈ ഒന്നും കിട്ടാതെ എൻ്റെ മാതാവ് ഇതിനെ ഒന്നാക്കണം. അമൽ ജ്യോതി കോളേജിൽ പഠിക്കുന്നു. അമ്മ എൻ്റെ കുഞ്ഞിനെ കഴിഞ്ഞ് കഴിവുള്ള ഒരുപാട് പിള്ളേർ അവിടെ ഉണ്ട്. അമ്മ ഇവനെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ അന്ന് 6ാമത്തെ ഉടമ്പടി പുതുക്കൽ തന്നെ ഞങ്ങൾ ഇവിടെ വരുന്നു. ഉടമ്പടി പുതുക്കി അന്ന് എൻ്റെ കൂടെ ആളുകളുണ്ട്, ഞാൻ ആളുകളെയൊക്കെ കൊണ്ടുവരാറുണ്ട് ഉടമ്പടി എടുക്കാനൊക്കെ. അന്നേരം അവർ പറഞ്ഞു നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, എടാ മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോട് അവനൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിനും കൂടെ പ്രാർത്ഥിക്കാൻ ഇവിടെ വന്നു. ഈ കൊച്ചിനോട് ഞാൻ ചെന്ന് ചോദിച്ചു, എനിക്ക് ഇൻ്റർവ്യൂ ഇതിൻ്റെ ഇത് തരാൻ പറ്റും, അച്ഛനെ ഒന്ന് കാണണം. അത് വേണ്ട, അവനോട് ഓൺലൈൻ എടുത്ത് ഇവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചോ, അത് മതിയെന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഇവിടെ ഇരുന്ന് വന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മാതാവ് എനിക്ക് ഇങ്ങനെ കാണിച്ചു തരുവാണ്. ഈ ഇവൻ്റെ വിജയം കാണിച്ചു തരുന്നത്. മൂത്ത ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ വരുമ്പോൾ എനിക്ക് 2ാമത്തെ ആളുടെ വിജയം ഇങ്ങനെ കാണിച്ചു തരുക. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞേടാ നിന്നെയാണ്, എനിക്ക് അവന് വേണ്ടി ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റിയില്ല, നിൻ്റെ വിജയമാണ് എനിക്ക് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു നമുക്ക് എന്നാൽ ഇവിടെ വരാൻ വന്നാലേ ആർത്തിങ്കപ്പള്ളി കൊണ്ടൊന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞ് ഞങ്ങൾ ആർത്തിങ്കപ്പള്ളി പോയി അവിടെ ഇറങ്ങി ആ ക്യാൻറ്റീനിൽ കയറിയിരുന്ന് ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കയറിയിരുത്തതിനും ഇവൻ്റെ റിസൾട്ട് വന്നു. ഇവൻ ഒന്നാമതായിട്ട് മാതാവ് അങ്ങനെ ഉന്നത വിജയം തന്നു. മാതാവ് അനുഗ്രഹിച്ചു. അമ്മയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലം വിൽപ്പന എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 5ാമത്തെ പുതുക്കൽ വന്ന് അച്ഛനെ കണ്ട് കാശ് രൂപം വാങ്ങി അത് കൊണ്ടുവച്ചു, സാധാരണ ഉപ്പിടുകയൊക്കെ ചെയ്തു. എന്നിട്ട് അത് അപ്പോൾ അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്കിനും എന്നോട് അയലോക്കത്തുള്ളവർ പറഞ്ഞു ഇതുപോലെ അപ്പുറത്ത് വരെയും സ്ഥലം മേടിച്ച് വീട് വെക്കുന്ന ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ഇതും കൊടുക്കാനിട്ടേക്കുവാന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ നമ്പറുണ്ട് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ അതിനെ വീട്ടിൽ വന്നിട്ട് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു 15 സെൻറ്റ് സ്ഥലം അപ്പം എത്ര പട്ടയം ഉള്ളതാ എന്നെല്ലാം പറഞ്ഞു. എന്തായാലും പറഞ്ഞു പട്ടയത്തിൻ്റെ കോപ്പി ഒന്ന് ഇട്ട് തരാൻ പറഞ്ഞു. പട്ടയത്തിൻ്റെ കോപ്പി ഇട്ട് കൊടുത്തപ്പോൾ 13.5 സെൻറ്റേ ഉള്ളൂ. ഇയാൾ പറഞ്ഞാലും വില താഴ്ത്തി. അന്നേരം ഭർത്താവിനൊരു സങ്കടം, ഇത്രയും വിലയ്ക്ക് അത് കൊടുത്താൽ ശരിയാകില്ലല്ലോ, ഇച്ചിരൂടെ വില കിട്ടും നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് വിട്ടു. അന്നേരം വില പറഞ്ഞ് അത് പോയി. എന്നിട്ട് പിന്നെ എന്ത് ചെയ്താൽ നടക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 9ാമത്തെ പുതുക്കിയിട്ട് ഞാൻ വന്നു കഴിയുമ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ഒരു യോഗ്യതയിൽ ആ കച്ചവടം നടക്കത്തില്ല. കാരണം കോളനിയാണ്, വേറൊരു നല്ല ഒരാളുകൾ വന്ന് അവിടെ മേടിക്കാനും പാടാ, എന്താ അവിടെയുള്ളവർക്ക് മേടിക്കാനും നിവർത്തിയില്ല, അവരെയുള്ള വേസ്റ്റും എല്ലാം ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ എന്നാ ചെയ്യണം? അപ്പോൾ ഞാൻ മാതാവിനോട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. മാതാവേ, ഞാൻ ഇനി 10ാമത്തെ ഇനി അടുത്ത പുതുക്കൽ കഴിഞ്ഞ് വരുന്ന വഴി എനിക്കിത് ഇങ്ങനെ ഒന്ന് കേൾക്കാനിടയാകണേ മാതാവേ. ഈ സ്ഥലം ഇത്ര വിലയ്ക്കാണ് ഇങ്ങോട്ട് എടുത്തോളാം. ഒരാൾ അങ്ങനെ പറഞ്ഞു മാതാവേ, ഈ വില ഇത് മതി, ഇതിനുള്ള യോഗ്യത ഉള്ളതെന്ന് ഞാൻ വരുത്തോളാം. എൻ്റെ അമ്മ മാതാവ് എനിക്കത് സാധിച്ചു തരണം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് അമ്മ അത്ഭുതം സൃഷ്ടിച്ച അമ്മ ആ കുടുംബത്തെ രക്ഷിച്ച പോലെ എൻ്റെ ഈ കുടുംബത്തെ രക്ഷിക്കണേ. ഞങ്ങൾക്കിത് വിൽക്കാനും ഇതിൻ്റെ പുറകെ നടക്കാൻ ഒന്നും സാധിക്കുന്നില്ല, അമ്മ വിചാരിച്ചാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ, അമ്മ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. മാതാവ് അത് ഇതുപോലൊരു എങ്ങനെ വെച്ചാൽ 4-ാം തീയതി 4:45 ആയപ്പോഴത്തേക്കിനും ഇതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് കുളിക്കാൻ ഇറങ്ങിയ സമയമായിരുന്നു. അന്നേരത്തേനും ഇങ്ങോട്ട് വിളിച്ചു, എന്നാ ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറഞ്ഞ്. അതാണ് എൻ്റെ ചെവിക്ക്. എന്നിട്ട് സ്പീക്കർ ഇട്ടു. എനിക്ക് ചോദിന് മനസ്സിലാവുന്നില്ല ആരാ എന്താ എന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ സ്പീക്കറിലിട്ട് കഴിയുമ്പോഴത്തേന് ഇത്ര രൂപയ്ക്കാണ് ഇത് എടുത്തോളാം, 6.5 ലക്ഷം രൂപയ്ക്കാണ് ഇത് എടുത്തോളാം എന്ന് പറയാം. ഞാൻ അപ്പം ഭർത്താവ് പിന്നെ വില കൂട്ടാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു വേണ്ട, ഇത് വാങ്ങിയും കാണിച്ച് പറഞ്ഞു ഇത് മതി, ഇത് ഉറപ്പിച്ചോളാം പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യനും വലിയ സന്തോഷമായി. അയാളും പറഞ്ഞ വിലയ്ക്ക് തന്നെ ഇതാണ്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞേക്കുന്നത് എനിക്കും മാതാവിനും മാത്രം അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മതി നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ ഉറപ്പിച്ചു. അത് 2 മാസം എന്നൊക്കെ പറഞ്ഞ് പൈസ തരാൻ 2 മാസമാകും. പിടിന്ന് 10 ദിവസത്തിനുള്ളിൽ അതിൻ്റെ ഇടപാട് മാതാവ് തീർത്ത് തന്നെന്നുള്ളതാണ് വലിയൊരു സാക്ഷ്യം. പിന്നെ ഇവന് ഈ കൊച്ചിനെ കൊണ്ടുവന്ന് ഞാൻ അന്ന് ഉടമ്പടിയാണ്. ഞാൻ മാതാവിനോട് ചോദിച്ചാൽ എന്താ ഞാൻ ചെയ്യണ്ടേ, ഞാൻ അമ്മ പറഞ്ഞാൽ മതി, എൻ്റെ മനസ്സിൽ തോന്നിച്ചാൽ മതി, ഞാൻ അതുപോലെ ചെയ്യാം എന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഈ കൊച്ചിന് 2ാമത്തെ ആൾക്കും ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുമുമ്പ് ഇവന് IELTS അവനും പോയായിരുന്നു. അന്നേരം ഞങ്ങൾ ഈ തൊടുപുഴ അത് എഴുതിയിട്ടില്ല,
തൊടുപുഴയിൽ കൊണ്ടാണ് ഇവനെ വിട്ടിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഇവിടെ വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വഴി ഇവൻ പരീക്ഷ എഴുതാൻ എഴുതുന്നേ ഉള്ളൂ. മാതാവ് എനിക്ക് മാർക്ക് ഇവിടെ വന്നിരുന്നപ്പോൾ കാണിച്ചു തന്നു. 6.5 എന്ന് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എന്നിട്ട് അവനോട് അവിടെ ചെന്നതേ പറഞ്ഞു, മാതാവ് എനിക്ക് കാണിച്ചു തന്ന മാർക്ക് ഇതാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാർക്ക് അങ്ങനെ വരികയും ചെയ്തു. അപ്പോൾ അത് എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ എല്ലാ കാര്യവും നടക്കുന്ന എല്ലാത്തിനും എനിക്ക് ഇവിടെ വരുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അതുപോലെ ഭാരമായിട്ട് മനസ്സിന് ഭാരമായിട്ട് ഞാൻ ഇവിടെ വന്നാലും ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു സന്തോഷത്തോടെയാണ് എനിക്ക് പോകാൻ കഴിഞ്ഞേക്കുന്നത്. പിന്നെ ഈ കൊച്ചിനെയും കൂടെ ഞാൻ ഒരു ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ 10ാമത് പുതുക്കിയാന്ന് ഈ കുഞ്ഞിനെ ഉടമ്പടി എടുപ്പിച്ചു. ഞാൻ എന്ന് ഭർത്താവ് വന്നില്ലായിരുന്നു, പള്ളിക്ക് കണക്കൊണ്ട് പോകേണ്ട പുള്ളി വന്നില്ല. അപ്പം ഞങ്ങൾ വേറെ ആളും കൂടെ ഉണ്ട്, ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ കൊണ്ടുവന്ന് പുതുക്കിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അന്നേരം ആ ആളും ഞങ്ങൾ പോയി. അവിടെ ഞാൻ കട്ടപ്പന വന്നപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഛർദ്ദിച്ച് എല്ലാം അങ്ങ് ഭയങ്കര ക്ഷീണമായിട്ട് വന്നു. അന്നേരത്തേനും ഭർത്താവ് ഞങ്ങൾ ഇതുപോലെ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോരുമ്പോൾ അന്നേരം ഇപ്പോൾ എവിടെ ഇത്ര മണിയായപ്പോൾ വന്നു ഇതെല്ലാം ചോദിച്ചു. ഇവൻ വണ്ടി തിരിച്ചിടുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര മണിക്ക് ഞങ്ങളിവിടെ വന്നു, ഇതുപോലെ ഉടമ്പടി എടുത്ത് ടോക്കൺ കിട്ടിയത് അന്നേരം 122 എന്നെല്ലാം പറഞ്ഞ് 5:30 ആയപ്പോൾ വന്നിട്ടിതാ എന്നെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ ഇരുന്നപ്പോഴത്തേന് ഇവന് ഇങ്ങോട്ട് വണ്ടി കയറ്റിയിട്ടിട്ട് ഇങ്ങനെ വാതപ്പടിയിലേക്ക് വന്നു. ഇതന്നെ ഇവിടെ റോജാപ്പാക്കിൻ്റെ മണം. അവന് പപ്പ പാക്കിട്ടോ വയൽ ഇതന്നെ ഭയങ്കര മണം. അപ്പോഴത്തേന് ഇത് പറയുമ്പോഴത്തേന് എനിക്കും അതുപോലെ വന്ന് റോജാപ്പാക്കിൻ്റെ മണം. എന്നിട്ട് ഇവൻ വന്ന് ഞാൻ പറഞ്ഞു എടാ മാതാവാടാ എന്ന് പറഞ്ഞു. അടുത്ത് ഇവന് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഇവൻ ആദ്യം വന്നു. എന്നിട്ട് ആ ഹാളിലിരുന്ന് ഭർത്താവിന് ഈ മണം വന്നില്ല. അന്നേരത്തേനും ഇത് അവിടെയെല്ലാം ഈ ഓടിപ്പോയി നോക്കുക, ഇത് എവിടുന്ന് ആവില്ല സോപ്പ് എല്ലാം ആണോ, എല്ലായിടത്തോടെയും പോയി ഭർത്താവ് ഓടി നോക്കുവാണ്. അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എന്നാൽ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടിനും വരുന്നുണ്ട്, എന്നാൽ ഇവിടെ വന്നേക്ക്. അപ്പോൾ അതുപോലെ മണം. അതിന് കുറേ നേരം അങ്ങനെ നിന്നു. അമ്മ മാതാവ് ഞാൻ ഇവിടുന്ന് പോകുമ്പോഴെല്ലാം പ്രാർത്ഥിക്കും, അമ്മേ ഇവിടെ വരണേ. ഈ 10 ഉടമ്പടിക്ക് എൻ്റെ ഇവിടെ ഇവൻ്റെ കൂടെ മാതാവ് വന്നു, അത് വീട്ടിൽ വന്നു, അത് വലിയൊരു സന്തോഷം. ഞാൻ അച്ഛൻ്റെ കേൾക്കുകയും ചെയ്യും, ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഡെയിലി ബ്രെഡ് ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ഞാൻ കേൾക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അതുപോലെ സാക്ഷ്യമാണെങ്കിലും മറ്റുള്ളവർക്ക് എനിക്ക് ഒരുപാട് പേര് ഏലക്കാട്ടിലൊക്കെ കായെടുക്കാനും ഒക്കെ വരുമ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. ഒത്തിരി പേരോട് ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞു. പിന്നെ മാതാവിനോട് ഞാൻ ഉടമ്പടിയിലെല്ലാം വെച്ച് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടാണ് പോയി, എനിക്ക് ഇവിടുത്തെ സാക്ഷ്യം പറയാൻ പറ്റും. ഇത് ഞാൻ ഒരുപാട് ഉടമ്പടിയിൽ എഴുതുകയും എല്ലാം ചെയ്തു. മാതാവേ എന്നോട് ക്ഷമിക്കണം, എനിക്ക് അറിയത്തില്ലാതെ പറ്റിപ്പോയതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉടമ്പടിയിൽ ഇടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റണേ എന്നും പറഞ്ഞു. എനിക്ക് ഇത്രയും പറയാൻ പറ്റും, എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനൊരു പള്ളിയിൽ ഒരു ബൈബിൾ വായനയ്ക്കൊക്കെ കയറിയാൽ എന്നെ വിറച്ച് എനിക്കിത് പറയാൻ പറ്റാത്ത ഒരാളാണ്. ഇത്രയും പറഞ്ഞാൽ എൻ്റെ 1000 നന്ദി ഞാൻ പറയുവാണ്. എന്നെ സംബന്ധിച്ച് എന്നെ അറിയാവുന്നവർക്കേ അറിയത്തുള്ളൂ ഇതിൻ്റെ അവസ്ഥ. അങ്ങനെയൊക്കെ പള്ളിയിൽ പോകും. പള്ളി എനിക്ക് ഇടദിവസം അധികം പോകാൻ സാധിച്ചിട്ടില്ല, എന്നാലും കഴിവതും പോകുന്നുണ്ട്. കുമ്പസാരം ഞാൻ 3 മാസം 2 മാസമൊക്കെ കൂടുമ്പോൾ കുമ്പസാരിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. ഇപ്പോൾ 2 ആഴ്ച കൂടെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എന്തൊരു സന്തോഷമാണ്. ഞാനപ്പോൾ ഇവരെയും കൂട്ടിക്കൊണ്ടേ പോകുള്ളൂ, മുരയും കൂട്ടിക്കൊണ്ട് പോകും. ഞാൻ പറയും ഇത് വലിയൊരു സന്തോഷമാണ്. നമ്മൾ വലിയ ഭാഗങ്ങൾ പറഞ്ഞ് അത് കഴിക്കുമ്പോൾ ചെറിയ കാര്യങ്ങൾ നമുക്ക് മാതാവ് സാധിച്ചു തരുന്നില്ല. എന്തൊരു സന്തോഷമാണ് മനസ്സിന്. നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ പോയി സംസാരിക്കാം. അങ്ങനെ ഞങ്ങൾ അത് ചെയ്യുന്നുണ്ട്. ആ കാര്യങ്ങൾ പത്രം കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ എല്ലാ അനാഥ മന്ദിരത്തിൽ പോകാറുണ്ട്. ഒരു തവണ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ആശുപത്രികളിൽ കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. പിന്നെ ഞങ്ങൾ അനാഥ മന്ദിരത്തിൽ പോവുകയും സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുകയും ഈ കൊച്ചും പൈസ അന്ന് മുതൽ ഇവൻ മാറ്റി വെച്ചേക്കുന്ന പൈസ അന്ന് മുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നായാലും നിനക്കൊരു പണിയുണ്ട്, ഇത്ര രൂപ നീ മാറ്റി വെച്ചേക്കണമെങ്കിൽ തരണം എന്ന് പറയും. ഞങ്ങളും അങ്ങനെയൊക്കെ ഓരോ രോഗികൾക്ക് കൊണ്ട് കൊടുക്കുകയും അനാഥ മന്ദിരത്തിൽ പോവുകയും അരിയും പച്ചക്കറി സാധനങ്ങൾ അങ്ങനെ വേണ്ടത് എന്താണെന്ന് അറിഞ്ഞിച്ച് വന്ന് വാങ്ങിച്ചു കൊടുക്കുകയും രോഗികൾക്ക് മരുന്ന് ഇല്ലാത്തവർക്കും അങ്ങനെ ആഹാരം ഇല്ലാത്തതൊക്കെ ആളുകളുണ്ട്, അവർക്കൊക്കെ എന്നെ കഴിയുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. ഈ കൊച്ചും ഞങ്ങൾ ഒരുമിച്ച് അതുപോലെ ചെയ്യുന്നുണ്ട്. പത്രം ഞാൻ കഴിവതും ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വന്ന ഇടയ്ക്ക് കൊണ്ടുപോകാനെല്ലാം എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ വെച്ചിരുന്നു. അന്നേരത്തേക്കിനും ഒരു ആൻറ്റി പറഞ്ഞു, ഞാൻ പറഞ്ഞു കുറച്ച് ഉള്ളൂ, എനിക്ക് പത്രം കൊടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെയൊക്കെ. അന്നേരം നീ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരെ കൊണ്ട് കൊടുക്കുക. ആദ്യം ഞാൻ ഉടമ്പടി എടുത്ത് ഭാഗത്ത് ചെയ്ത പണി അതാണ്. പിന്നെ ഞാൻ ഒരു പത്രം ആർക്കും കൊടുത്തിട്ടില്ല. ഞാൻ തന്നെ ഓരോ വീടുകളിലും എല്ലായിടത്തും കമ്പത്തും തമിഴ് പത്രം മേടിച്ച് കമ്പത്ത് കൊണ്ട് ഓരോ വീടുകളിൽ കൊടുക്കും. എവിടെയെല്ലാം നമ്മൾ പോകുന്നത്, നമ്മൾ ഇത്രയും ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് ഡെയിലി പോകുന്നതാണ് സ്ഥലത്തൊക്കെ. അന്നേരം അവിടെയൊക്കെ കാണുന്ന പല വഴിയിലും പോയി എല്ലാ ആളുകൾക്കും കൊടുക്കാറുണ്ട്. കാര്യങ്ങൾ പറയാനുണ്ട്. എൻ്റെ അടുത്തുള്ള ആളുകളോടെല്ലാം ഞാൻ അയൽവക്കക്കാരോടൊക്കെ പത്രം കൊടുക്കുമ്പോൾ ചിലർ പ്രായമായവർ വാങ്ങിക്കത്തില്ല. അവർ പറഞ്ഞു എനിക്ക് കണ്ണും കാണത്തില്ല, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഇന്ന രോഗങ്ങളൊക്കെ ഉള്ളത് എനിക്കറിയാവുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നതുപോലെ ചെയ്യാം,
മാതാവിൻ്റെ പത്രം മേടിച്ച് നിങ്ങളിത് പ്രാർത്ഥിക്കുക. എത്ര പേരെയാണ് മാതാവ് ഇതുപോലെ അനുഗ്രഹിച്ചേക്കുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അവരിപ്പോൾ എന്നെ കഴിഞ്ഞും നല്ലതായിട്ട് പ്രാർത്ഥിക്കുകയും മാതാവിനെ അതുപോലെ വിശ്വസിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ നേർച്ച സാധനങ്ങളെല്ലാം എന്നോട് ചോദിക്കാറുണ്ട്. പിന്നെ തൈലമൊക്കെ ചോദിച്ച ആളുകൾ ഇങ്ങോട്ട് വരുക. ഞാൻ അയൽവക്കത്തുള്ളവരോട് അത്രയധികം പറഞ്ഞു കൊടുത്തിട്ടില്ല. കാരണം ഇവർ വായിക്കുന്നെന്ന് നമുക്കൊരു ഉറപ്പ് വരുത്തണ്ടേ. പത്രം വായിച്ച് കഴിയുമ്പോൾ എന്താ വേണ്ടതെന്ന് സാക്ഷ്യത്തിൽ ആളുകൾക്ക് അറിയില്ല. അന്നേരം ഓടി വരും എൻ്റെ അടുത്ത്, ഇതുകൂട്ട് വേണം, നേർച്ച തൈലം തരാവോ, ഉപ്പ് തരാവോ, കശുരവും കൊണ്ട് തരാവോ, ഇങ്ങനെ എല്ലാ സാധനവും ഞാൻ കൊണ്ട് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും 1000 നന്ദി ഈശോയ്ക്കും മാതാവിനും പറയുന്നു. പിന്നെ ഞാൻ ഇതിൽ എഴുതാതെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇങ്ങനെ എനിക്ക് കുറേ പാവയ്ക്ക ഉണ്ടായി കഴിഞ്ഞപ്പോൾ ആദ്യത്തെ എല്ലാം കൂടെ ഞാൻ അരിഞ്ഞ് കൊണ്ട് ഉണക്കാനിട്ട സമയത്ത് ഞാൻ മാതാവിനോട് പോയി ഇങ്ങനെ പറയും. എൻ്റെ മനസ്സിൽ ഒന്നും തോന്നില്ല. ഇത് അച്ഛൻ പറഞ്ഞ പോലെ ഡെലിവറിക്ക് ചൂട് ചോറും അച്ചിങ്ങാപ്പയറും വേണമെന്ന് പറഞ്ഞ പോലെ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ UK കൊച്ചിനെ ഇത് 2 കഷ്ണം കിട്ടുമായിരുന്നേ, അത് വർദ്ധിച്ചിട്ട് കഞ്ഞി കുടിക്കാനെ എന്ന് പറഞ്ഞു. എൻ്റെ അമ്മേ 3-ാം പൊക്കം ഞാനിത് ഉണങ്ങി കൊണ്ടുവന്ന് വെച്ചു. 3-ാം പൊക്കം ഇതേ ഒരു വിളി വന്നേക്കുന്നു. അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ, ഈ പാട്ടക്കാർ സുഹൃത്തെ കോട്ടയത്ത് തമ്മിൽ താമസിക്കുന്നത്, ഞാൻ ഈ പാട്ടക്കാരുടെ അടുത്തേക്ക് വന്നേക്കാം, 2 കിലോ സാധനം എൻ്റെ ഒരു പെങ്ങൾ പോകുന്നുണ്ട് UK. അപ്പോൾ 2 കിലോ സാധനം വേണേ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ അമ്മ ഇതിൽ പരം സന്തോഷം എന്നായിരിക്കുന്നു. തുള്ളി ചാടി ഞാൻ ഈ പാവയ്ക്കായും അതും ഇതെല്ലാം സാധനം 2 കിലോ അടുത്ത സാധനം ഇതിന് അവിടെ എത്തിക്കാൻ സാധിച്ചപ്പോൾ ഇവൻ പറഞ്ഞു, അമ്മേ 2 മണിക്കൂർ യാത്ര ചെയ്യണം ഈ പാവയ്ക്ക എനിക്ക് മേടിക്കണമെങ്കിൽ, അത്രയും ദൂരം വണ്ടി മേടിച്ച് പോകുന്നപ്പോൾ പാവയ്ക്ക തിന്നായിരുന്ന പോരെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴത്തേനും അവരോട് ഇത് പറഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഞാൻ ഇവൻ്റെ ഈ കൊച്ച് നിൽക്കുന്നതിൻ്റെ അടുത്ത 1/2 മണിക്കൂർ അടുത്താണ് മലയാളം കുർബാന പള്ളി ഉള്ളത്. അന്നേരം അവർ ഞായറാഴ്ച അവിടെ വരുന്നുണ്ട്, അവിടെ വന്ന് ഇത് വാങ്ങിച്ചു ഇവിടെ കൊണ്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മാതാവ് അതും എനിക്ക് സാധിച്ചു തന്നു. എന്തെല്ലാം ഞാൻ ഇതിലും ഒരുപാടുണ്ട് പറയാൻ. എഴുതാത്തതൊക്കെ ഒരുപാട് അനുഗ്രഹം എൻ്റെ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാത്തിനും 1000 നന്ദി അമ്മ മാതാവിനോട് പറയുകയാണ്. എന്നും എൻ്റെ മരണം വരെ ഞങ്ങൾ ഈ പിള്ളേരോട് പറയുന്നതാ, എനിക്ക് ഇവിടെ വരാൻ പറ്റണം, എൻ്റെ മാതാവിൻ്റെ അടുത്ത് എനിക്കിതുപോലെ നിൽക്കണം. ഞാൻ ഭയങ്കര ചീത്തയൊക്കെ പറയുന്ന ആളാണ്. അച്ഛൻ വന്നത് എനിക്കറിയത്തില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾ. അതൊക്കെ എങ്ങനെയോ പോയി എൻ്റെ വരുന്നത്. ഉടമ്പടി എടുത്ത പാടെ പോയി. പിന്നെ ഈ മുറുക്കും ഈ പണിക്കെല്ലാം പോകുന്നതുകൊണ്ട് ഇവരുടെ ഒക്കെ കൂടി മുറുക്ക്, ഇതൊക്കെ എങ്ങനെയാണ് എൻ്റെ മാതാവ് എന്നെ നിന്ന് മാറ്റിയെന്ന് എനിക്കറിയത്തില്ല. അതുപോലെ എല്ലാത്തിനും 1000 നന്ദി. എൻ്റെ പേര് ജുബി ജെയിൻ, ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മമ്മിയും എൻ്റെ 2 കുഞ്ഞുങ്ങളുമാണ്. ആദ്യം തന്നെ ഈശോയ്ക്കും അമ്മ മാതാവിനും കൂടി നന്ദി പറയുന്നു, എന്നെ ഈ തിരുവൽത്താരയിൽ കയറി നിർത്തി സാക്ഷ്യം പറയാൻ സാധിച്ചതിന്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2019 ഡിസംബർ 21 ആണ്. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉടമ്പടിയിൽ നിന്നെല്ലാം മാറിപ്പോയെങ്കിലും ഞാൻ വീണ്ടും അത് പുതുക്കി 2022 മെയ് 8 വീണ്ടും റിന്യൂ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ആത്മീയമായിട്ടുള്ള ആ ഒരു വിശദീകരണവും ജീവിത നവീകരണവും എനിക്കുണ്ടായി. ഞാനൊരു BSc നേഴ്സാണ്. ഞാൻ 2019 മുതൽ OET ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു 5th ടൈം ആദ്യം അറ്റൻഡ് ചെയ്തു. എനിക്ക് റീഡിങ് ഭയങ്കര ടഫായിരുന്നു. അത് ഞാൻ എത്ര എഴുതിയാലും എനിക്ക് 340 വന്ന് നിൽക്കും, അതിനപ്പുറത്തേക്ക് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ 5th ടൈം എഴുതി കഴിഞ്ഞപ്പോഴാണ് ന്യൂസിലൻഡിൽ അപ്ഡേറ്റ്സ് ഒക്കെ വന്നു, പോയ മൊഡ്യൂൾ മാത്രമായിട്ട് നമുക്ക് അപ്പിയർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഓർത്തു എന്നാൽ അങ്ങനെ ചെയ്യാം. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു IT ഫീൽഡിലാണ്, ഞങ്ങൾ ബാംഗ്ലൂരിലാണ്. അപ്പം ഹസ്ബൻഡിനും കുറച്ചുകൂടെ ജോലി മേഖലയിലൊക്കെ കിട്ടുന്നത് ന്യൂസിലൻഡ് ഓസ്ട്രേലിയ ആയത് കാരണം ആ രീതിയിലേക്ക് ഞങ്ങൾ മൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ പോയ മൊഡ്യൂൾ മാത്രം എഴുതാനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തു. അങ്ങനെ ഞാൻ റീഡിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്തെങ്കിലും ആ ടൈമിൽ എനിക്ക് റീഡിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എനിക്ക് ആ ഒരു മൊഡ്യൂൾ കിട്ടിയില്ല. അന്നേരം എൻ്റെ ഈ വലിയ മോന് 5.5 വയസ്സായിട്ടുണ്ടായിരുന്നു. അന്നേരം ഞാൻ ഓർത്തു ഇനിയും ദൈവനിശ്ചയം അടുത്ത ഒരു കുഞ്ഞെന്നുള്ളതാണെങ്കിൽ അങ്ങനെ തന്നെ പോകാം, ദൈവത്തിൻ്റെ ഇഷ്ടമായിക്കോട്ടെ എന്നുള്ള രീതിയിൽ എക്സാംസ് എല്ലാം ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്തൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. ഒരു 6-7 മാസം ഞങ്ങൾ അങ്ങനെ നോക്കിയെങ്കിലും എനിക്ക് കുഞ്ഞിനെ കിട്ടിയിട്ടില്ല. എനിക്ക് ഹൈപ്പോതൈറോയിഡിസം ഉണ്ട്. ലാസ്റ്റ് 10 ഇയറായിട്ട് ഞാൻ മെഡിസിൻ എടുത്തിട്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് അവിടെ ബാംഗ്ലൂർ തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു PCODയുടെ ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. 1 മന്തിലേക്കുള്ള മെഡിസിൻ ഡോക്ടർ തന്നു. മെഡിസിൻ എടുത്തിട്ട് നോക്കിയിട്ടും കുഞ്ഞായിട്ടില്ല. അപ്പം ഞങ്ങൾ ഓർത്തു ഇനിയും മെഡിസിൻ എടുത്തിട്ട് ആവുന്നില്ല, അപ്പോൾ എന്നാൽ ഒന്നും കൂടെ എക്സാം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ തവണ ഞാൻ എക്സാമിന് പോയത് അങ്ങനെ അത്ര പ്രിപ്പയർഡ് അല്ലായിരുന്നു. നേരത്തേൻ്റെയൊക്കെ ഓർമ്മ വെച്ചിട്ട് ഞാൻ പോയി എക്സാം എഴുതി.
എക്സാം എഴുതി ഞാൻ നമ്മുടെ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിരുന്നു. വിശുദ്ധ തൈലം കൊണ്ട് കുരിശ് വരച്ച് കയറി. നമ്മുടെ വിശുദ്ധ ഉപ്പാണെങ്കിൽ ഞാൻ എക്സാമിന് കയറുന്നതിന് മുന്നേ എൻ്റെ എക്സാം ഹോളിന് പുറത്തും എക്സാം ടേബിളിലും എല്ലാം ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടാണ് ആ ഉപ്പ് കുറച്ച് കഴിക്കുകയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ കയറിയത്. അപ്പോൾ OET റീഡിങ്ങിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, നമ്മൾക്ക് OETയുടെ എ പാർട്ട് നമ്മൾക്ക് 20 ആൻസേഴ്സ് വിത്തിൻ 15 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഇതിന് മുന്നേയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോയ ടൈമിൽ പോലും എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷേ ഈ ടൈമിൽ ഞാൻ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ എൻ്റെ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ വായിച്ച് പാസേജിലേക്ക് നോക്കുമ്പോഴത്തേന് ആൻസേഴ്സ് എല്ലാം എനിക്കിങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ തോന്നുന്നത്. അങ്ങനെ ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ക്ലോക്ക് തെറ്റായിരിക്കും, അല്ലാണ്ട് എന്നെക്കൊണ്ട് സാധിക്കില്ല ഇങ്ങനെ വിത്തിൻ 11 മിനിറ്റ്സിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. കാരണം അതിനും കുറേ വർഷങ്ങളായിട്ട് ഞാനത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ലാസ്റ്റ് ഞാൻ ബാക്കി ടൈം വെച്ചിട്ട് ഒന്നും കൂടെ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയപ്പം എൻ്റെ അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ എനിക്ക് 100% ഷുവറാണ് ആ 20 മാർക്സ് എനിക്ക് അവിടെ കിട്ടുമെന്നുള്ളത്. പക്ഷേ ബി പാർട്ടും സി പാർട്ടും എനിക്ക് കുറച്ച് ടഫായിരുന്നു. സി പാർട്ട് എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാൻ വെറുതെ കറക്കി കുത്തി ടൈം തീരാൻ പോയപ്പോഴത്തേന് വെറുതെ ഇങ്ങനെ ABCD ഇങ്ങനെ മാർക്ക് ചെയ്ത് അങ്ങനെ പോയി. റിസൾട്ട് വന്നപ്പോൾ അത്ഭുതകരമായിട്ട് എനിക്ക് കിട്ടേണ്ട സ്കോറിനേക്കാട്ടിൽ കൂടുതൽ കിട്ടി. ഞാൻ റീഡിങ് പാസ്സായി. അങ്ങനെ പിന്നെ ഞങ്ങൾ ന്യൂസിലൻഡിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ മൂവ് ചെയ്തു. അപ്പം ഞാൻ ഓർത്തു ദൈവം ഉദ്ദേശിക്കുന്ന ഇനിയും ജോലി കിട്ടിയിട്ട് കുഞ്ഞെന്നുള്ള രീതിയിലാണ്, കാരണം എക്സാം ക്ലിയർ ആയല്ലോ. അങ്ങനെ ഒരു രീതിയിലേക്ക് പോയി. പക്ഷേ ഞാൻ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ഏജൻസിക്കാരെ എല്ലാം വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എക്സ്പയർ ആയിട്ടിരിക്കുകയാണ്. ആക്റ്റീവായിട്ടുള്ളൊരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല, നമുക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കൺസൾട്ടൻസിക്കാർ പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലായത് കാരണം അവിടെയാണ് പഠിച്ചത്. ഞാൻ കർണാടക നഴ്സിംഗ് കൗൺസിൽ എൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് റിന്യൂ ചെയ്യാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറേ ഇഷ്യൂസ്, അവർ സർട്ടിഫിക്കറ്റ് 4-5 മാസമായിട്ട് ആർക്കും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ അതിൻ്റെ പുറകെ കുറേ നടന്നു. 4 to 5 months എൻ്റെ വേസ്റ്റായിപ്പോയി. കുറേ കൺസൾട്ടൻസിക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇയാൾക്ക് പോകാനേ പറ്റില്ല എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായിപ്പോയി. ഈ ഒരു OET ക്ലിയർ ആവാൻ ഞാൻ 4-5 വർഷം കൊണ്ടാണ് അതൊന്ന് ക്ലിയർ ആയി എടുത്തത്. എന്നിട്ട് അത്രയും എത്തിയിട്ട് എനിക്ക് വീണ്ടും തടസ്സമാണല്ലോ ദൈവമേ എന്ന് അപ്പം ഞാൻ ഉദ്ദേശിച്ചു. അന്നേരമാണ് ഞാൻ ഓർക്കുന്നത് എൻ്റെ കേരളയുടെ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അത് എക്സ്പയർ ആണ്, പക്ഷേ അത് റിന്യൂ ചെയ്യാൻ കൊടുത്താൽ വിത്തിൻ 1 monthനുള്ളിൽ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു ചൊവ്വാഴ്ചത്തെ. ആ സമയത്ത് വിളിച്ച് എന്തായി ചേച്ചി കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പോകാൻ പറ്റില്ല എന്ന്. ആ കൺസൾട്ടൻസിക്കാർ പറയുന്നേ എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ആ കുട്ടി എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഞാനൊരു ഏജൻസി തരാം, അന്നേരം എനിക്ക് ആ നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വിളിച്ച് ദൈവനിശ്ചയമാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ കൺസൾട്ടൻസിക്കാർ ഓരോന്ന് പറഞ്ഞ് പൈസ എൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് അവസാനം പോകാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ്. അപ്പോൾ ആ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അപ്പം തരാം, അന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ വിത്തിൻ 1 monthനുള്ളിൽ തന്നെ എൻ്റെ കേരള നഴ്സിംഗ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി. അത് ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ഞാൻ വെറുതെ എടുത്ത് വെച്ചതാണ്. ഇപ്പോഴാണ് റൂള് വന്നത് അറ്റ് എ ടൈം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആക്റ്റീവ് ആയിട്ടിരിക്കാൻ പാടില്ല. അന്ന് അങ്ങനെ ഒരു റൂൾ ഇല്ലാത്ത സമയത്ത് ഞാൻ എടുത്തു വെച്ചാൽ. ഇപ്പം എനിക്ക് മനസ്സിലായി അന്ന് എന്നെക്കൊണ്ട് എന്തിനാണ് ദൈവം അത് എടുത്തു വെപ്പിച്ചതെന്ന്. പിന്നീടാണ് എനിക്കത് വ്യക്തമായത്. അങ്ങനെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, CGFNS സബ്മിറ്റ് ചെയ്തു. അത് അപ്പോൾ കൺസൾട്ടൻസിക്കാർ പറഞ്ഞു 2 to 3 months എടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. February 29, 2024 ഡേറ്റ് ഇട്ടു. അതിൽ നമ്മുടെ വിശുദ്ധ തൈലം ഉപയോഗിച്ച് ബ്ലെസ് ചെയ്ത് ഞാൻ രാവിലെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പ്രാർത്ഥിച്ച് 28th February എൻ്റെ CGFNS കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി, പെട്ടെന്ന് തന്നെ പേപ്പർ വർക്ക് ആകുന്നുണ്ടല്ലോ എന്ന്. ഡിക്ലറേഷൻ ഫോമാണ് നെക്സ്റ്റ് വരേണ്ടത്, DL. അതിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്കിങ്ങനെ ഈ ന്യൂസിലൻഡിലേക്ക് പോകുന്നതിൻ്റെ ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലപ്പം ഇങ്ങനെ എല്ലാവരും പറയുന്നുണ്ട് കേസ് മാനേജറിനെ കിട്ടാനും DL കിട്ടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഡിലേ ആണ്, 8 to 9 months ഒക്കെ എടുക്കുന്നു എന്ന്. അന്നേരം ഞാൻ ഓർത്തു കർത്താവേ വീണ്ടും ഇനിയും പരീക്ഷണമാണല്ലോ എന്നുള്ള രീതിയിലേക്ക് വന്നു. ആ സമയത്ത് എൻ്റെ ഈ മോന് അവൻ ഇച്ചിരി സൈലൻ്റാണ്, ഇച്ചിരി സ്പീച്ച് ഡിലേ ഒക്കെ ഉണ്ട്. ആ സമയത്ത് കുഞ്ഞിൻ്റെ സമ്മർ വെക്കേഷൻ ടൈം ആയപ്പോൾ അവന് സ്കൂളിൽ സമ്മർ ക്യാമ്പ് ഉണ്ടായിരുന്നു.
സമ്മർ ക്യാമ്പ് ആയപ്പം ഞാനൊരു നീതു എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരിയെ പരിചയപ്പെട്ടു. അവർ ഞങ്ങളുടെ ഫ്ലാറ്റിലുള്ള, ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല, എന്നെ നേരത്തെ പരിചയമുള്ള രീതിയിൽ അവർ എൻ്റെ അടുത്ത് കുറേ നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് പറഞ്ഞു, സെക്കൻഡ് ഒരു ചൈൽഡ് ആയാൽ ഇവൻ ഭയങ്കര ആക്റ്റീവ് ആകുമെന്ന് പറഞ്ഞു. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ബിക്കോസ് എൻ്റെ അടുത്ത് നേരത്തെ ഒത്തിരി പേരൊക്കെ അടുത്തൊരു കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും എനിക്ക് അന്നേരം ഒന്നും തോന്നാത്ത ആ ഒരു ഇതെൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു. അവരുടെ മോൻ അങ്ങനെയായിരുന്നു, ഭയങ്കര സൈലൻ്റ് ആയിരുന്നു. സെക്കൻഡ് ചൈൽഡ് ആയപ്പോൾ അവൻ ഭയങ്കര ആക്റ്റീവ് ആയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഈ പേപ്പർ വർക്കിൻ്റെ ഇടയ്ക്ക് ക്യാരിയിങ് ആയിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഇഷ്യൂ ആകുമോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എൻ്റെ കൺസൾട്ടൻസിക്കാരെ വിളിച്ചിങ്ങനെ ചോദിച്ചു. അതൊരു മെയിലാണ്. എനിക്ക് ആക്ച്വലി പുള്ളിയോട് ഓപ്പണായിട്ട് ചോദിക്കാനൊരു മടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ 2 ദിവസം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് ഞാൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ കേട്ട വഴി പുള്ളി എൻ്റെ അടുത്ത് പറയുന്നത്, അയ്യോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതായിട്ട് മുന്നോട്ട് പോകും, ജോലിയൊക്കെ നമുക്ക് ഏത് സമയവും കിട്ടും, കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞങ്ങൾ ഓർത്തു, അതിന് മുന്നേ മെഡിസിൻ എടുത്തിട്ടും 6 to 7 months നോക്കിയിട്ടൊന്നും കുഞ്ഞായിട്ടുണ്ടായിരുന്നില്ലല്ലോ. അത് കാരണം ഞാൻ ഓർത്തെന്നാൽ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈ സെയിം ഡോക്ടറിനെ തന്നെ ഞാൻ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അന്ന് തന്ന മെഡിസിൻ തന്നെ ഞാൻ തരാം, പക്ഷേ ഇപ്പം കുറേ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്യേണ്ട വരും, എന്നിട്ട് നമ്മൾക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഹോർമോണൽ തെറാപ്പിയിലേക്ക് നമുക്ക് പോകാം എന്നിങ്ങനെ. അപ്പോൾ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അടുത്തൊരു കുഞ്ഞ് വേണം എന്നുള്ളത്. ആ സമയത്ത് ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയി. ഡോക്ടർ തന്ന മെഡിസിൻ ഞാൻ പകുതി ദിവസം പോലും കഴിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, എനിക്ക് അടുത്ത മാസം മെയ് മാസമാണ്, മാതാവിൻ്റെ മാസമാണ്, എനിക്കൊരു കുഞ്ഞിനെ അമ്മ ഈശോയോട് ചോദിച്ച് തന്നേ പറ്റത്തുള്ളൂ. കാരണം ഞാൻ ക്യാരിയിങ് ലേറ്റ് ആവും തോറും എൻ്റെ പേപ്പർ വർക്ക് അടുത്തുകൊണ്ടിരിക്കും. പിന്നീട് ഞാൻ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല, എൻ്റെ കുഞ്ഞ് ക്യാരിയിങ് ആയത് കാരണം എനിക്ക് പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമം എനിക്ക് ഉണ്ടാകരുത്. അത് കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു, എനിക്ക് ഈ മാസം തന്നെ ഒരു കുഞ്ഞിനെ തരണമെന്ന് പറഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ച്. അപ്പം ഞാനൊരു ദമ്പതികളുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. അവർ വിശുദ്ധ തൈലം വയറത്ത് വരട്ടി കുരിശ് വരച്ച് കൊന്ത വെച്ച് പ്രാർത്ഥിച്ച് അവർക്കൊരു കുഞ്ഞിനെ ഈശോ കൊടുത്തെന്ന്. ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് സന്തോഷത്തിൻ്റെ ദിവ്യരഹസ്യങ്ങൾ വയറത്ത് കുരിശും വരച്ചിട്ട് നമ്മുടെ കൃപാസനത്തിലെ കൊന്ത എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഭയങ്കര ഒരു ശക്തി, അത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, ആ മാസം 31st ഞാൻ എന്നിട്ട് 13th ഞാൻ ഡെയിലിയുള്ള കുർബാനയ്ക്ക് പോയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ നാളെ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത് ഈശോയ്ക്കും അമ്മയ്ക്കും താങ്ക്സ് പറയാനായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 31ാം തീയതി രാവിലെ ഞാൻ എഴുന്നേറ്റ് 3 മണിയുടെ പ്രെയർ കഴിഞ്ഞു, 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പോസിറ്റീവാണ്. അത് ഇത്രയും നാൾ മെഡിസിൻ എടുത്തിട്ടോ ഒന്നും സാധിക്കാത്ത സംഭവം എനിക്ക് അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്നത് ആ കുഞ്ഞിനെ. എന്നിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടൊന്നും പറയാൻ ഞാൻ നേരെ വിശുദ്ധ കുർബാനയ്ക്ക് പോയി. കുർബാന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് ഞാൻ ഹസ്ബൻഡിനോട് പറയുന്നത് ഇങ്ങനെ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്നുള്ള കാര്യം. പിന്നീടാണ് വീട്ടിലൊക്കെ ഞാനത് അറിയിച്ചത്. അങ്ങനെ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഇങ്ങനെ പോകുന്നു, പേപ്പർ വർക്ക് ഒരു സൈഡിൽ കൂടെ പോകുന്നു. ഞാൻ പേപ്പർ വർക്കിനെ കുറിച്ച് അത്ര ടെൻസ്ഡ് അല്ല, കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് വരുന്നത് January 26, 2025 എനിക്ക് ആ ഒരു സമയത്തേന് എൻ്റെ പേപ്പർ വർക്കൊക്കെ ആയാൽ മതി എന്നുള്ള രീതിയിൽ പോയി. അങ്ങനെ ഒക്ടോബർ ഒരു ലാസ്റ്റ് ആയപ്പോഴത്തേന് കൺസൾട്ടൻസിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, ഡിക്ലറേഷൻ ഫോം റെഡി ആയിട്ടുണ്ട്, ഇനി IQN എന്ന് പറഞ്ഞൊരു എക്സാം വേണം എഴുതാനായിട്ട്. അതിന് ഞാൻ പെട്ടെന്ന് 1 month പ്രിപ്പറേഷനിലിരുന്ന് ഫുൾ ക്യാരിങ്. ഞാൻ ആ സമയത്തൊക്കെ എനിക്ക് കുറച്ച് നടുവേനയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എങ്കിലും ഞാൻ ഇരുന്ന് പഠിച്ചിട്ട് ഞാൻ വിശുദ്ധ തൈലവും നമ്മുടെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിക്കും, പഠിക്കുന്നതിന് മുന്നേ പഠിച്ച് കഴിഞ്ഞിട്ടും എല്ലാം. എന്നിട്ട് ഞാൻ ആ നേർച്ച വസ്തുക്കളും ഒക്കെ ആയിട്ട് പോയി എക്സാം എഴുതി. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ IQN എക്സാം ഞാൻ ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഓസ്കി എക്സാം. അത് ന്യൂസിലൻഡിൽ പോയി എഴുതേണ്ട ഒരു എക്സാമാണ്. അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഈ December 5, 2024 ഈ IQN കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഓസ്കിക്ക് ബുക്ക് ചെയ്തു. കാരണം എൻ്റെ ഡെലിവറി ഡേറ്റ് കഴിഞ്ഞ് ഞാൻ March 26, 2025 എന്നുള്ളൊരു ഡേറ്റ് എടുത്തു ഓസ്കിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞുണ്ടായാൽ 1.5 മാസമേ ആകുന്നുള്ളൂ. ഞാൻ അങ്ങനെ ഒരു ഡേറ്റ് എടുക്കാൻ കാരണം March 30 എൻ്റെ വലിയ മോൻ്റെ സ്കൂൾ അടയ്ക്കും. അപ്പം മദറിൻലോ വേണം കുഞ്ഞിനെ നോക്കാൻ നാട്ടിൽ നിന്ന് വരാൻ. അപ്പം മമ്മിക്ക് 2 കുഞ്ഞുങ്ങളെയും കൂടെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുഞ്ഞിന് സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ പോയി എക്സാം എഴുതിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു 10 days വേണ്ടിയിട്ട് ന്യൂസിലൻഡിൽ പോകാനുള്ള പ്രിപ്പറേഷൻ എല്ലാം ചെയ്തു. എനിക്ക് പഠിക്കാൻ ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല കുഞ്ഞിനെയും കൂടെ വെച്ച്. മമ്മി എൻ്റെ എക്സാമിന് ഒരു 3 weeks മുന്നേ വന്നു. ആ ടൈമിലാണ് ഞാൻ ഇരുന്ന് നോട്ട്സ് എഴുതുന്നതും പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം എൻ്റെ കൂടെ എക്സാം
എക്സാമിന് വരുന്നവരെല്ലാവരും മാസങ്ങളോളം പ്രിപ്പയർ ചെയ്ത് പോയി എഴുതുന്ന ഒരു എക്സാം ഫീ തന്നെ നമുക്ക് 1.75 lakhs ആണ്. പിന്നെ ടിക്കറ്റ്, വിസ എല്ലാം കൂടെ ആയിട്ട് നമുക്കൊരു 3 to 4 lakhs-ൻ്റെ ചിലവ് വരുന്നുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ ആ എക്സാമിന് പോയി കുഞ്ഞിനെ ഇട്ടിട്ട്, അതിലും അനുഗ്രഹം എന്ന് വെച്ചാൽ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടേച്ച് പോകുമ്പോൾ മമ്മിക്ക് ഭയങ്കര ടെൻഷനാണ്. എങ്ങനെ ഞാൻ കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്യും, കുഞ്ഞാണെങ്കിൽ ബോട്ടിൽ ഫീഡ് പോലും ആ സമയത്തേനാകില്ലല്ലോ എന്നൊക്കെ മമ്മിക്ക് ഭയങ്കര വിഷമമായിരുന്നു. എന്നും വിളിക്കുമ്പോൾ പറയുമായിരുന്നു. പക്ഷേ അവിടെയും ദൈവം എന്നെ കരുതി. എൻ്റെ കുഞ്ഞ് പ്രീ ടൈം ബേബിയാണ്. 35 weeks 33 days ബിഫോർ എൻ്റെ കുഞ്ഞ് ഡെലിവറായി. ഡോക്ടർ പോലും അത് എക്സ്പെക്റ്റ് ചെയ്തില്ല. അതിന് 2 days മുന്നേ എനിക്ക് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നു, ഏതായാലും ജാനുവരി ഒരു 2nd week വരെ ഒന്നും ആകത്തില്ല, അത് കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് മമ്മി വന്നാൽ മതി എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്ന 2nd day നൈറ്റിൽ കിടന്നുറങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ എനിക്ക് ഫ്ലൂയിഡ് ലീക്കായി ഹോസ്പിറ്റലിൽ പോയി. നാട്ടിൽ നിന്ന് ആരും എത്തിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡും വലിയ മോനും മാത്രമേ ഉള്ളൂ. രാത്രി ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് ഡയലേറ്റ് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ എൻ്റെ BP ഭയങ്കരമായിട്ട് ഡൗൺ ആയിട്ട് 60 to 40 ആയി. കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് ആണെങ്കിൽ ഭയങ്കര ഹൈ ആയി, 180 200 ആ ഒരു റേഞ്ചിലേക്ക് പോന്നു. എനിക്ക് ബ്ലഡ് SB കുറച്ച് കുറവായിരുന്നു. പിന്നെ പെയിൻ സ്റ്റാർട്ട് ആവുന്നില്ല, ഫ്ലൂയിഡ് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഡോക്ടർ പറഞ്ഞു മേ ബി ഒരു എമർജൻസി LSCSന് എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. ആദ്യത്തെ എൻ്റെ നോർമൽ ഡെലിവറിയാണ്, നാട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ല, ഹസ്ബൻഡും കുഞ്ഞും തന്നെയുള്ളൂ, എങ്ങനെ ഇവർ ഹാൻഡിൽ ചെയ്യും എന്നുള്ള. അതുപോലെ കുഞ്ഞ് പ്രീ ടൈം ആയത് കാരണം 2 kg ബിലോ ആണെങ്കിൽ NICUയിൽ എടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ സമയം എന്നെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പം അവരുടെ യൂണിഫോമും ഒക്കെ ഇടിപ്പിച്ച് എൻ്റെ ഓർണമെൻറ്റ്സ് എല്ലാം വാങ്ങിച്ചപ്പോൾ ഞാൻ എല്ലാം ഊരിക്കൊടുത്തു. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് നമ്മുടെ കൃപാസനത്തിൽ ജപമാല ചോദിച്ചിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഇത് ഞാൻ തരില്ല, ഇതാ എൻ്റെ ശക്തി, ഇത് എനിക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പം ബാംഗ്ലൂരിലായത് കാരണം അവർക്ക് എല്ലാ സ്റ്റാഫുമാർക്കും അവർക്കറിയണമെന്നില്ല കൃപാസന മാതാവിൻ്റെ ഈ ജപമാലയെക്കുറിച്ചുള്ള ശക്തി. ഞാൻ പറഞ്ഞു ഇത് എൻ്റെ ധൈര്യം, ഇത് ഞാൻ തരില്ല എന്ന് പറഞ്ഞു. അവിടെ കിടന്ന് എത്ര ജപമാല ചൊല്ലിയെന്ന് അറിയത്തില്ല. അപ്പോൾ ആ സ്റ്റാഫുമാർ പറഞ്ഞു ചേച്ചി ഇത് കയ്യിൽ പിടിച്ചാൽ പെയിൻ വരുമ്പോൾ ചേച്ചി തന്നെ ഇത് താഴെ ഇടും, ഇവിടുത്തെ ഹൗസ് കീപ്പിംഗുകാർക്കൊന്നും അറിയില്ല ഇത് എന്നാണെന്ന്, അവരത് അടിച്ചു വാരി ഡസ്റ്റ്ബിന്നിൽ ഇടുമെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, എന്ത് വന്നാലും ഞാനിത് തരില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് ആ ഭയങ്കര പെയിൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഞാൻ വേഗം അതെടുത്ത് എൻ്റെ കയ്യിലേക്ക് ചുറ്റിയിട്ടു. എൻ്റെ കയ്യിൽ നിന്ന് അത് പോകരുതല്ലോ എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് ഞാൻ കുറേ കൊന്ത ചൊല്ലി. പെട്ടെന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിനോടും കുഞ്ഞിനോടും അവർ പറഞ്ഞു 10 o'clock കഴിഞ്ഞ് ഡോക്ടർ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ, നിങ്ങൾ പോയി റെസ്റ്റ് എടുത്തോന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും റൂമിലാണ്, ഞാൻ ഒറ്റയ്ക്ക് ലേബർ റൂമിലും. പെട്ടെന്ന് എനിക്ക് പെയിൻ സ്റ്റാർട്ടായിട്ട് ഡയലേറ്റൊക്കെ ആയി. പെട്ടെന്ന് ഡെലിവറായപ്പോൾ കുഞ്ഞ് 2.4 kg. കുഞ്ഞിന് യാതൊരു കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നില്ല, എനിക്കും കോംപ്ലിക്കേഷൻ ഇല്ലായിരുന്നു. വിത്തിൻ 3 days ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് ഞങ്ങളെ വീട്ടിലേക്ക് വന്നു. അപ്പം അവിടെയും ദൈവം എന്നെ കരുതി. കാരണം ഞാൻ 1.5 മാസമുള്ള കുഞ്ഞിനെ ഇട്ടിട്ട് പോകണമല്ലോ എന്നുള്ള വിഷമം വന്ന് എനിക്ക് ഞാൻ എക്സാമിന് പോകുമ്പോൾ കുഞ്ഞിന് 2.5 മാസമുണ്ട്. അന്നേരം മമ്മിക്ക് ഇച്ചിരി കൂടെ ഒരു ധൈര്യമായി, കുഞ്ഞിനെ അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനുള്ള പരുവത്തിലേലും കിട്ടിയല്ലോ എന്നുള്ളത്. അങ്ങനെ ഞാൻ എക്സാമിനായിട്ട് പോയി. എൻ്റെ എക്സാം ഈ ഒരു എക്സാം എന്ന് വെച്ചാൽ 10 പേര് എഴുതിയാൽ 2 പേര്, അല്ലെങ്കിൽ മാക്സിമം 3 പേര്, അത്രയും നമ്മൾ പാസ്സാവത്തുള്ളൂ. ഇത്രയും ലക്ഷങ്ങൾ മുടക്കി നമ്മൾ അവിടെ പോയി തിരിച്ച് വന്നേച്ച് 2nd, 3rd attempt 3 അറ്റംപ്റ്റേ ഉള്ളൂ ഈ ഒരു എക്സാമിന്. പലരും 3rd attempt വരെ ക്ലിയർ ആകാതെ ഇതാകുന്നുണ്ട്. ആ ഒരു അവസ്ഥയിൽ ഞാനാണെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് പോയി. അത്ഭുതം എന്ന് പറയട്ടെ, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ എൻ്റെ OSCE ക്ലിയറായി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. അവർക്കെന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കണം. അവരുടെ ഒരു കെയറാണ് അവർ ആഗ്രഹിക്കുന്നത് നമ്മളിൽ നിന്ന്. നമ്മൾ ഇന്ത്യയെ പഠിച്ച് ഇന്ത്യയെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ന്യൂസിലൻഡിൻ്റെ അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഒരു കെയർ കൊടുക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ചലഞ്ചായിട്ടുള്ളൊരു സംഭവമാണ്. മോക്ക് ടെസ്റ്റ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ കണ്ടക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇയാൾ ഒട്ടും കോൺഫിഡൻ്റ് അല്ല, ഫേസിൽ ആ ഒരു പേടിയുണ്ട്, ഇങ്ങനെയൊന്നും അപ്പിയർ ചെയ്താൽ പോരാന്ന്. പക്ഷേ എക്സാമിന് എനിക്ക് 10 സ്റ്റേഷൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും ഞാൻ എൻ്റെ നേർച്ച വസ്തുക്കളെല്ലാം വിസ ഡിക്ലെയർ ചെയ്തപ്പോഴേ അവർ പറഞ്ഞു റിലീജിയസ് ഐറ്റംസ് ഒന്നും തന്നെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്ന്. കാരണം ഈ യൂറോപ്യൻ കൺട്രിയിൽ അവരുടേതായിട്ടുള്ള കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. എന്നിട്ട് ഞാൻ എൻ്റെ അന്ന് എക്സാമിന് ഇടേണ്ട യൂണിഫോമിൻ്റെ പാൻറ്റിൽ നമ്മുടെ നേർച്ച വസ്തുവായ വിസ ഉപ്പ് കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടു. ആരെങ്കിലും പോക്കറ്റിൽ കൈയിട്ടാൽ പോലും കിട്ടരുതെന്നുള്ള രീതിയിൽ. അതുപോലെ ഒരു കുഞ്ഞി കാശുരൂപ, ഉടമ്പടി കാശുരൂപ ഇച്ചിരി വലുതല്ലേ, അപ്പോൾ അത് ഇവർ പെട്ടെന്ന് നോട്ടീസ് ചെയ്യും. അതുകൊണ്ട് കുഞ്ഞി കാശുരൂപം ഉണ്ടായിരുന്നു, അത് എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത്.
ഞാൻ എന്നിട്ട് ആ എക്സാമിന് അപ്പിയർ ചെയ്തു. എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാനല്ല അവിടെ പ്രസൻറ്റ് ചെയ്തത്. കാരണം എനിക്ക് പഠിച്ചാൽ എന്തെങ്കിലും ഞാൻ പറയും, അതല്ലാണ്ട് ഉണ്ടാക്കി പറയാനായിട്ടുള്ളൊരു ടാലൻ്റുള്ള വ്യക്തിയല്ല ഞാൻ. ഞാൻ ഈ 10 സ്റ്റേഷൻസ് ഭയങ്കര എനിക്ക് എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി അത് ഞാനല്ല പറഞ്ഞതെന്ന്. എനിക്ക് പ്രിപ്പയർ ചെയ്തതിനേക്കാളും പുതിയ പുതിയ പോയിൻറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എൻ്റെ മനസ്സിൽ. ആ ഒരു രീതിയിൽ ഞാൻ 10 സ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. എങ്കിലും ജയിക്കും എന്നുള്ളൊരു ഉറപ്പില്ല, കാരണം അവരുടെ ക്രൈറ്റീരിയ എന്താണെന്ന് എനിക്കറിയില്ല. അവർ ഡിസ്ക്ലോസ് ചെയ്തില്ല നമ്മളുടെ അടുത്ത് അവരുടെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ. ഒത്തിരി പേര് ഫെയിലാകുന്നു, അത്രേ നമുക്കറിയുന്നുള്ളൂ. അപ്പം അത്രയ്ക്ക് തന്നെ ഫെയിലിയർ റേറ്റ് ഉള്ള ഒരു എക്സാമിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എൻ്റെ അമ്മ മാതാവ് ഈശോയും കൂടെ എൻ്റെ കൂടെ വന്ന്, അത് ഇവിടെയല്ല ന്യൂസിലൻഡിൽ എൻ്റെ കൂടെ വന്ന് എന്നെ പാസ്സാക്കി. അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു. ആ എക്സാം ക്ലിയർ ആയതോടുകൂടെ, അല്ലെങ്കിൽ സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകണമെങ്കിൽ കുഞ്ഞിനെ ഇട്ടിട്ട് പോകണം, ഇത്രയും ലക്ഷം വീണ്ടും ചിലവാക്കണം, അങ്ങനെയൊന്നും ഒരിട വരുത്താതെ ഞാൻ ക്ലിയറായി. എന്നിട്ട് ഞാൻ ന്യൂസിലൻഡ് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. വിത്തിൻ 1 വീക്കിനുള്ളിൽ എൻ്റെ ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എനിക്ക് ക്ലിയറായി വന്നു. അത് വെച്ചിട്ട് ഞാൻ ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ അപ്ലൈ ചെയ്തു. ഇപ്പോൾ എനിക്ക് 2 കൺട്രിയുടെയും നഴ്സിംഗ് രജിസ്ട്രേഷൻസ് എനിക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. എനിക്ക് ജോലിയായിട്ടില്ല, കുറേ അപ്ലൈ ചെയ്തു, റിജക്ഷനാണ്. എന്നാലും എനിക്ക് സങ്കടമില്ല, കാരണം ബിഗ് സീറോയിൽ കിടന്ന് എന്നെ ഇത്രത്തോളം കൊണ്ടുവന്ന എൻ്റെ ഒരു കഴിവ് കൊണ്ടല്ല. ഞാൻ എൻ്റെ ഓസ്കയുടെ റിസൾട്ട് വന്നപ്പോഴും ഞാൻ പറഞ്ഞത് എൻ്റെ കഴിവല്ല, ഈശോയുടെ കരുണ കൃപ ഒന്നുകൊണ്ട് മാത്രം ഞാൻ പാസ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ മെസ്സേജ് അയച്ചത് അങ്ങനെ പറഞ്ഞിട്ടാണ്. പക്ഷേ ഞാനിപ്പോൾ ഇതിവിടെ പറയുന്നെങ്കിൽ എൻ്റെ ഫാമിലിയിലോ എൻ്റെ ഫ്രണ്ട്സിനോ എൻ്റെ നൈബേഴ്സിനോ ആർക്കും അറിയില്ല ഞാൻ ഈ ഒരു എക്സാം എഴുതിയ കാര്യം. കാരണം എനിക്ക് ഇവിടെ വന്ന് ഇത് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മറ്റുള്ളവരോട് പറയണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അങ്ങനെ ഈശോയും അമ്മയും തന്ന വലിയ കൃപയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞാൻ പ്രേക്ഷിത പ്രവൃത്തിയായിട്ട് പത്രം വാങ്ങിച്ചിട്ട് ബാംഗ്ലൂരിൽ കൊണ്ടുപോയി ഞാൻ ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ പത്രങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ട് പോകുന്നത്. അത് ഞാൻ അവിടെ പോയി പള്ളികളിലൊക്കെ പറഞ്ഞ് ഞാൻ കൊടുക്കും. കാരണം മലയാളീസിനറിയാം കൃപാസനം എന്ന് പറഞ്ഞാൽ, പക്ഷേ മറ്റ് സ്റ്റേറ്റിലുള്ളവർക്കൊന്നും അത്ര അറിയില്ല. അപ്പോൾ അവരോട് പറഞ്ഞാണ് ഞാനത് അവർക്കെല്ലാം കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞങ്ങളുടെ ബാംഗ്ലൂരിൽ തന്നെ അടുത്ത് ഓൾഡ് ഏജ് ഹോമും പിന്നെ ആണെങ്കിൽ ഈ ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. എനിക്കിപ്പോൾ ഡെലിവറി ആയി കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റുന്നില്ല. അപ്പം അച്ഛനൊരിക്കലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാളെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കാരുണ്യപ്രവൃത്തിയാണെന്നുള്ളത്. അപ്പം ഞാൻ OET പഠിച്ചിട്ടുണ്ട്, IQN പഠിച്ചു, OSCE പഠിച്ചു. ഞാൻ OSCE ക്ലിയർ ആയപ്പോൾ തന്നെ എനിക്ക് അറിയാൻ മേലാത്ത കുറേ കുട്ടികൾ എന്നെ കോണ്ടാക്റ്റ് ചെയ്തു. ആ ഗ്രൂപ്പിൽ എൻ്റെ ലിസ്റ്റ് വന്നു എൻ്റെ പേര്. എന്നിട്ട് എക്സാമിനെ കുറിച്ചുള്ള ടിപ്സ് അങ്ങനെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. കുഞ്ഞിനെ വെച്ച് എനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും അവരുടെ ഫുൾ ഡൗട്ട്സ് ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്ത് ഞാൻ അങ്ങനെ ഒരു കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു. പിന്നെ ആരെന്ത് സഹായം എൻ്റെ അടുത്ത് ചോദിച്ചാലും ഇപ്പം എൻ്റെ കയ്യിലില്ലെങ്കിൽ പോലും ഞാനത് എങ്ങനെയെങ്കിലും റെഡിയാക്കി അവർക്ക് കൊടുക്കും. എൻ്റെ കൂടെ എക്സാമിന് വന്ന ചേച്ചിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിൽ പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ചേച്ചിക്ക് ടിക്കറ്റ് എടുക്കാൻ ക്യാഷ് ഉണ്ടായിരുന്നില്ല. ചേച്ചിക്ക് എന്നോട് ചോദിക്കാനും മടി. അങ്ങനെ ചേച്ചി എക്സാമിന് പോകുന്നില്ല എന്നും പറഞ്ഞ് വിഷമിച്ചിരുന്ന സമയത്ത് ചേച്ചിക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. കടമായിട്ടാണെങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെയും ഉടമ്പടിയിലേക്ക് വന്നതിന് ശേഷം എനിക്ക് അച്ഛൻ പറയും നമ്മൾ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കണം. അതെനിക്ക് ആദ്യം അത്രയങ്ങ് ഡൈജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്താ ഈശോയ്ക്ക് തന്നാൽ എന്നുള്ളൊരു രീതിയായിരുന്നു. പിന്നെ എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന സമയത്തല്ല, ഈശോ ക്രമപ്പെടുത്തി നടത്തിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി നമ്മൾ എങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നുള്ളത്. ഇപ്പം അത് കാരണം എനിക്ക് ജോലി ആയിട്ടില്ല, പക്ഷേ എനിക്ക് സങ്കടമില്ല. കാരണം ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവം എനിക്ക് അത് തരുമെന്ന് എനിക്ക് 100 അല്ല 101% എനിക്ക് ഉറപ്പാണ്. ആത്മീയമായിട്ടുള്ള വിശദീകരണം, ഡെയിലിയുള്ള വിശുദ്ധ കുർബാന, അതുപോലെ കുംഭസാരം, കുടുംബ പ്രാർത്ഥന, ഇതിലൊക്കെ ഈശോ എന്നെ ഒത്തിരി ഒത്തിരി ഉയർത്തി. ഒരു ദിവസം എൻ്റെ പ്രെയർ മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. അയ്യോ ഇന്ന് പ്രാർത്ഥിച്ച് ആ ഒരു കുറ്റബോധമൊക്കെ എനിക്ക് വന്നു. നേരത്തെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലേ ആ ഒരു രീതിയായിരുന്നു. അതിൽ നിന്നെല്ലാം ദൈവം എന്നെ ഒത്തിരി ഉയർത്തി. അതാണ് എനിക്ക് കൂടുതൽ സന്തോഷം. ആത്മീയമായിട്ട് എനിക്ക് ഉയരാനായിട്ട് സാധിച്ചു. എനിക്ക് ബാക്കി തന്ന നന്മയെക്കാട്ടിലും അതാണ് എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം തരുന്നത്. അപ്പോൾ ഈശോയും അമ്മയും നൽകി ഈ കോടാനുകോടി നന്ദികൾക്ക് കോടാനുകോടി അനുഗ്രഹങ്ങൾക്ക് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. എൻ്റെ പേര് അഞ്ജന. ഞാൻ കാഞ്ഞിരപ്പള്ളി രൂപതയിലെ നിർമ്മലഗിരി ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ
2 വർഷമായിട്ട് ജർമ്മനിയിൽ പോകാനായിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. ധാരാളം ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരെണ്ണം പോലും പാസ്സാകുന്നില്ലായിരുന്നു. ഞാൻ പണ്ട് മുതലേ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ജപമാലയിൽ കൂടുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ കൃപാസനത്തിൽ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് എൻ്റെ ആൻറ്റി കൃപാസനത്തിൽ പോകുന്നതും അവിടെ വെച്ച് നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറയുകയും ചെയ്തത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഡിസംബർ 29-ാം തീയതി ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ സമ്മതത്തോടു കൂടെ അല്ലായിരുന്നു ഞാൻ ഇവിടെ വന്നത്. എന്നാൽ കൂടെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 2 വർഷമായിട്ട് ഇൻ്റർവ്യൂ ഒന്നും പാസ്സാകാതെ ജർമ്മനിയിൽ ഒരു കമ്പനിയിൽ പോലും ഒരു സീറ്റ് കിട്ടാതിരുന്ന എനിക്ക് 15 ദിവസത്തിനുള്ളിൽ ഒരു ഇൻ്റർവ്യൂ പോലും ഇല്ലാതെ എനിക്ക് ജർമ്മനിയിൽ ഒരു കമ്പനിയിൽ സ്ലോട്ട് കിട്ടി. അതിനുശേഷം ഞാൻ VFSൽ ഒത്തിരി അപ്പോയിൻമെൻറ്റിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇൻടേക്കിൻ്റെ സമയമായതുകൊണ്ട് തന്നെ ഒരു സ്ലോട്ട് കിട്ടുന്നില്ലായിരുന്നു. ഞാൻ 2 മാസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് VFSൽ കോണ്ടാക്റ്റ് ചെയ്യുകയും എല്ലാം ചെയ്തിട്ടും എനിക്ക് സ്ലോട്ടൊന്നും കിട്ടുന്നില്ലായിരുന്നു. ഒരു ദിവസം രാവിലെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ ഞാൻ ഈ കാര്യം പ്രത്യേകമായി എടുത്ത് പ്രാർത്ഥിച്ചു. അതിനെ തുടർന്ന് ആ ദിവസം തന്നെ എനിക്ക് VFSലൊരു സ്ലോട്ട് കിട്ടി. അതിനുശേഷം എനിക്ക് ഉടനെ തന്നെ വിസയും കിട്ടി. വിസ കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കമ്പനിയിൽ വിസയിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കമ്പനിയുടെ നെയിം ഡിഫറൻ്റ് ആയിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരു ദിവസം മാതാവിനോട് പ്രാർത്ഥിച്ചു VFSലോട്ട് അങ്ങ് പോയി. VFSൽ നമുക്ക് ചുമ്മാതെ കയറി ചെല്ലാൻ പറ്റത്തില്ല, ഒരു അപ്പോയിൻമെൻ്റ് ഒക്കെ വേണം. എനിക്ക് അവിടെ ചെന്നാൽ അവർ കയറ്റുമോ ഇല്ലയോ എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച് നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശൊക്കെ വരച്ച് ഉപ്പും കൊണ്ടാണ് പോയത്. അവിടെ എത്തി ഞാനിന്ന് ജസ്റ്റ് ഇമെയിൽ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം ജർമ്മൻ കോൺസുലേറ്റിൽ നിന്ന് തന്നെ എനിക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നായിരുന്നു. അപ്പോയിൻമെൻ്റ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങൾക്ക് VFSൽ കയറി നിങ്ങളുടെ ഡോക്യുമെൻറ്റും പാസ്പോർട്ടും സബ്മിറ്റ് ചെയ്യാമെന്ന്. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ എല്ലാം ശരിയായി. 9 ദിവസത്തിനുള്ളിൽ തന്നെ എൻ്റെ ശരിയായിട്ടുള്ള വിസ അടിച്ചു കിട്ടി. അടുത്ത മാസം സെപ്റ്റംബർ 2-ാം തീയതി ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2 വർഷമായിട്ട് എൻ്റെ വീട് വിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആൾക്കാരൊക്കെ വന്ന് കാണുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ലായിരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞ് ഉടമ്പടി പുതുക്കാൻ വന്ന ആ മാസം തന്നെ എൻ്റെ വീട് വിൽപ്പന നടത്തി മാതാവ് അനുഗ്രഹിച്ചു. ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ബാംഗ്ലൂരിലായിരുന്നു. അപ്പോൾ അവിടെ പോകുന്നതിന് കുറച്ച് ദിവസം മുന്നേ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ജർമ്മനിലുള്ള പത്രം വാങ്ങിക്കൊണ്ട് പോയായിരുന്നു. അവിടെ ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഞാൻ. അവിടെ പോയി നോൺ ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു, അവിടെ മല്ലൂസ് അല്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു, മലയാളികളല്ലാത്തവരും ഉണ്ടായിരുന്നു. കൃപാസനത്തിൽ പറ്റി അറിയാത്ത ആൾക്കാരോട് കൃപാസനത്തെ പറ്റി പറഞ്ഞ് അവർക്ക് ഞാൻ ജർമ്മൻ പത്രം കൊടുത്തു. അങ്ങനെ കുറച്ച് പേരെങ്കിലും കൃപാസനത്തെ പറ്റി അറിയിക്കാനും ഉടമ്പടി എടുക്കാനും എന്നെക്കൊണ്ട് സാധിച്ചു. എനിക്ക് ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും ദിവകുമാരനും 1000 നന്ദി. ഉടമ്പടിക്ക് മുന്ന് ഞാൻ പള്ളിയിൽ പോകും, എല്ലാ ദിവസവും തന്നെ പള്ളിയിൽ പോകും, മാതാവിനോട് പ്രാർത്ഥിക്കും. എന്നിരുന്നാലും ഞാൻ അധികം കൊന്ത ചൊല്ലുന്നതിൽ എനിക്ക് വലിയ ഒരു ഇതില്ലായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കൂടുതൽ കൊന്ത ചൊല്ലാൻ സാധിച്ചു. ഇപ്പം എന്തൊരു പ്രശ്നം വന്നാലും ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയാണ് ആദ്യമേ പറയുന്നത്. അമ്മയോട് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ അത് സാധിച്ചു തരുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടായി. പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ നിന്നത് ഒരു ഓൾഡ് ഏജ് ഹോമിലായിരുന്നു ബാംഗ്ലൂരിൽ. അവിടെ ഓൾഡ് ഏജ് ഹോമും ഹോസ്റ്റലും എല്ലാം കൂടെയായിരുന്നു. ആ അമ്മമാരോടെല്ലാം പോയി സംസാരിക്കാനും അവരോടൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു. ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് ഒത്തിരി ദേഷ്യപ്പെടുകയും പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഉടമ്പടിക്ക് ശേഷം എൻ്റെ സ്വഭാവത്തിൽ ഒത്തിരി മാറ്റം വന്നു. അതിനുശേഷം ഞാനിപ്പോൾ ഒരു ചെറിയ കാര്യം ഉണ്ടായാലും അധികം ആരോടും ദേഷ്യപ്പെടത്തില്ല, എല്ലാം ക്ഷമിച്ചു കൊടുക്കും. പിന്നെ മറ്റുള്ളവരോട് കൂടുതലും എന്തെങ്കിലും ഒരു സഹായമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ ഫുൾ എഫോർട്ടും ഇട്ട് മറ്റുള്ളവരെ സഹായിക്കാനും എനിക്ക് സാധിക്കുന്നുണ്ട്.
ഇത്രയും അനുഗ്രഹം നൽകിയ ദൈവമാതാവിനും ദൈവ